Meet the editors. ഇന്നും എമ്പുരാൻ തന്നെയാണ് വിഷയം. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ എമ്പുരാൻ സിനിമ ഉടൻ റീ എഡിറ്റ് ചെയ്തിറങ്ങും. വിഷയം വിടാതെ RSS തുടർച്ചയായി 3-ാം ദിവസവും ഓർഗനൈസറിലൂടെ പൃഥ്വിരാജിനെതിരെ ലേഖനം പ്രസിദ്ധീകരിച്ചു. കുടുംബത്തെ അധിക്ഷേപിച്ച് BJPയും രംഗത്തുണ്ട്. വിവാദത്തിൽ ഖേദം പ്രകടിപ്പിച്ചുള്ള മോഹൻലാലിന്റെ പോസ്റ്റ് പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും പങ്കുവച്ചെങ്കിലും തിരക്കഥാകൃത്ത് മുരളി ഗോപി ഇതുവരെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുമില്ല. ഇതിനിടെ 5 ദിവസം കൊണ്ട് ചിത്രം 200 കോടി കടന്ന പോസ്റ്റർ മോഹൻലാൽ പങ്കുവച്ചു. നായക നടൻ ഖേദം പ്രകടിപ്പിച്ചു. വിവാദ ഭാഗങ്ങൾ റീ എഡിറ്റിന് പോയി. എന്നിട്ടും എമ്പുരാൻ വിവാദം പുകഞ്ഞു കത്തുന്നു. പൃഥ്വിരാജിനെ കേന്ദ്രീകരിച്ച സോഷ്യൽ മീഡിയയിൽ വ്യക്തിയാധിഷ്ഠിതമായ ആക്രമണം തുടരുകയാണ്. സനാതനധർമ്മത്തിനും കേന്ദ്ര സർക്കാർ നയങ്ങൾക്കുമെതിരെ പൃഥ്വിരാജ് സ്വീകരിച്ച നിലപാടുകൾ എടുത്തുപറഞ്ഞ് ഓർഗനൈസറിൽ ഇന്നും ലേഖനങ്ങൾ വന്നു. സിനിമയിൽ ക്രിസ്ത്യൻ വിരുദ്ധാശയങ്ങൾ ഉണ്ടെന്ന് വിമർശനം. മല്ലിക സുകുമാരനും സുപ്രിയ മേനോനുമെതിരെ BJP നേതാക്കൾ വിദ്വേഷ പ്രചാരണവും തുടങ്ങി. കലാകാരന്മാർക്ക് സാമൂഹ്യ പ്രശ്നങ്ങളെ വിമർശിക്കാൻ അധികാരമുണ്ടെന്നും എമ്പുരാൻ പങ്കുവയ്ക്കുന്ന ആശയം വലുതാണെന്നും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. റീ എഡിറ്റിന് പോകുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലുള്ള കത്തിവയ്പ്പെന്നും മന്ത്രി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കത്തിവയ്പ്പാണ്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കാരണം ഒരു സിനിമ ഒരു കലാരൂപമാണ്. അതിൽ നമ്മുടെ സാമൂഹ്യ പ്രശ്നങ്ങൾ പലതും ഉന്നയിക്കപ്പെടും. ഇതിനു മുമ്പ് ഇതിനേക്കാൾ ശക്തമായ പ്രമേയങ്ങൾ സിനിമയിൽ വന്നിട്ടുണ്ട്. വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കുന്നതിന് മുൻപ് സിനിമ കാണാൻ തിരക്കേറുകയാണ്. മിക്ക തിയേറ്ററുകളിലും ഹൗസ്ഫുള്ളായി ഓടുകയാണ് എമ്പുരാൻ. നടന്ന സംഭവങ്ങളൊക്കെ ഒന്ന് എന്താ ഉള്ളതെന്ന്, ഈ വിവാദം എന്താണെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. 2 ദിവസം കഴിഞ്ഞാൽ അത് കട്ട് ചെയ്താൽ പിന്നെ ആ സിനിമ കാണുന്നതിലൊരു സുഖമില്ലെന്നാണ് തോന്നുന്നത്. അപ്പോഴും തിരക്കഥാകൃത്ത് മുരളി ഗോപി മൗനത്തിലാണ്. ഖേദം പ്രകടിപ്പിച്ചുള്ള പോസ്റ്റുകൾ മറ്റുള്ളവരെ പോലെ പങ്കുവയ്ക്കാതെ ഒന്നും മിണ്ടാതെ. ഇനി അറിയേണ്ടതും മുരളി ഗോപിയുടെ നിലപാടാണ്. ഭീഷണിയിൽ ഒടുങ്ങുമോ? ഭീഷണി ഫലിച്ചോ എന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ ഇപ്പോൾ എമ്പുരാൻ 200 കോടി ക്ലബിലേക്ക് കടന്നിരിക്കുന്നു. അല്പസമയം മുമ്പ് പൃഥ്വിരാജും 200 കോടി കടന്നു എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. മോഹൻലാലും 200 കോടി കടന്നിരിക്കുന്നു. ഭീഷണി കൊണ്ടൊരർത്ഥത്തിൽ നിർമ്മാതാക്കൾക്ക് വളരെ ഹാപ്പിയാണ്. അവരെ സംബന്ധിച്ച് മുടക്കിയ പണത്തേക്കാൾ കൂടുതൽ ഇതിനകം തന്നെ അവർ തിയേറ്ററുകളിലെ കളക്ഷനായി തന്നെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വിഷയത്തിലേക്ക് എത്തിയാൽ നേരിട്ടുള്ള ഭീഷണി ഉണ്ടായിരുന്നില്ല. ഒരു കോടതിയിലും കേസില്ല. ഒരു പോലീസിനെതിരെയും ഒരു പോലീസിലും കംപ്ലൈൻ്റ് ഇല്ല. പക്ഷേ നാളെ മാറ്റപ്പെട്ട റീ എഡിറ്റ് ചെയ്യപ്പെട്ട വെട്ടേറ്റ എമ്പുരാനാണ് നാളെ മുതൽ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. ഭീഷണി ഫലിച്ചു. ഭീഷണി പൂർണ്ണമായും ഫലിച്ചു എന്ന് മാത്രമല്ല, ആ ഭീഷണിക്ക് മുന്നിൽ നടുവളച്ചു മുട്ടുമടക്കി എമ്പുരാൻ ടീം എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ആ ടീമിനോടൊരു ഐക്യദാർഢ്യം എനിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ 5 ദിവസം ഈ എമ്പുരാൻ ടീമിനോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചൊരു സൊസൈറ്റിയാണ് കേരളം എന്ന് പറയുന്നത്. അത് ചെറിയൊരു പിന്തുണയായിരുന്നില്ല. ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ നേതാക്കളും എക്സെപ്റ്റ് BJP, എക്സെപ്റ്റ് സംഘപരിവാർ ഓർഗനൈസേഷൻ മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി നിന്ന് എമ്പുരാന് പിന്തുണ പ്രഖ്യാപിച്ചു. അല്ലേ? പിണറായി വിജയൻ നേരിട്ട് പോയി സിനിമ കണ്ടു. VD സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് പരസ്യമായി തന്നെ രംഗത്ത് വന്നു. എൻറ്റയർ ക്യാബിനറ്റ്, എൻറ്റയർ ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പേഴ്സ്, അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകർ, അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, കവികൾ, എഴുത്തുകാർ, എല്ലാവരും മതേതരവാദികൾ ഒന്നടങ്കം ഈ പറയുന്ന എമ്പുരാനൊപ്പമല്ലേ നിലപാടെടുത്തത്. എമ്പുരാൻ ഒരു മഹത്തായ കലാസൃഷ്ടിയാണ് എന്നതുകൊണ്ട് അതൊരിക്കൽ പോലും കളങ്കപ്പെടരുത്, അതിൻ്റെ പ്രദർശനം തടയപ്പെടരുത് എന്നതുകൊണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ വളരെ അഭിമാനപൂർവ്വം മോഹൻലാലും പൃഥ്വിരാജും ട്വീറ്റ് ചെയ്തതായിട്ട് പറയുന്നു, ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തതായിട്ട് പറയുന്നു 200 കോടി ക്ലബ്ബിൽ കയറിയിരിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായ നേട്ടമല്ലേ? കഴിഞ്ഞ 5 ദിവസം കൊണ്ട് ഒരു സിനിമയ്ക്ക് 200 കോടി കളക്ട് ചെയ്യാൻ കേരളത്തിൽ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കേരളം കൊടുത്ത പിന്തുണ ചെറുതാണോ? ആ പിന്തുണയെ ബഹുമാനിക്കേണ്ടതായിരുന്നു ഈ എമ്പുരാൻ ടീം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് പകരം പെട്ടെന്നുണ്ടായൊരു ഭീതിയിൽ, പെട്ടെന്നുണ്ടായൊരു ഭയത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിലപാട് മാറ്റുക എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ കേരളത്തോട് ചെയ്തിട്ടുള്ള ഒരു വീഴ്ചയാണ്. കേരളത്തോടുള്ള സമീപനം, അവരുടെ സമീപനം ശരിയായില്ല. അവരെ പിന്തുണച്ചവരോടുള്ള സമീപനം ശരിയായില്ല എന്നുള്ള നിലപാടാണ് എനിക്കുള്ളത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ കലാമൂല്യമുള്ളൊരു സൃഷ്ടി കേരളത്തിലെമ്പാടും സഞ്ചരിച്ചു കൊള്ളട്ടെ
വരട്ടെ എന്നുള്ള നിലപാടെടുത്തുകൊണ്ടല്ല ആ പിന്തുണ പ്രഖ്യാപിച്ചത്. മറിച്ച് ആ കലാസൃഷ്ടിക്കെതിരായിട്ട് രൂപപ്പെട്ടു വരുന്ന പ്രതിഷേധത്തിനകത്ത് ഉള്ളടങ്ങിയിട്ടുള്ള ഒരു വിവാദമുണ്ടല്ലോ, അത് വർഗീയ വിദ്വേഷമാണ് എന്ന് മനസ്സിലാക്കുന്ന സൊസൈറ്റി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ കലാസൃഷ്ടിക്ക് പിന്തുണ നൽകുകയാണ് ചെയ്തത്. അപ്പോൾ അതിനെയാണ് ബോധ്യപ്പെടേണ്ടത്. അതിനെ ബോധ്യപ്പെട്ടുകൊണ്ട് കേരളം നൽകുന്ന പിന്തുണയിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് ഫൈറ്റ് ചെയ്യണമായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇപ്പോൾ BJP-ക്കാർ പറയുന്നുണ്ട് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല, ഞങ്ങളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല, കേന്ദ്ര സർക്കാരും ആവശ്യപ്പെട്ടിട്ടില്ല, സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിട്ടില്ല, ആരും തന്നെ ഇവരോട് ആവശ്യപ്പെട്ടിട്ടില്ല. സ്വമേധയാവെന്ന് ഖേദം പ്രകടിപ്പിക്കുന്നു, സ്വമേധയാ റീ എഡിറ്റിങ്ങിന് തയ്യാറാകുന്നു. അവർക്ക് അവരുടേതായ ഗതികേടുണ്ടാവും, ഞാനതൊന്നും തള്ളിക്കളയുന്നില്ല. ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് ഫാസിസം എപ്പോഴും പ്രവർത്തിക്കുക. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ആ ഭയത്തിനെതിരായി പ്രതിരോധം സൃഷ്ടിക്കാനൊരു സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ആ പിന്തുണയിൽ ഉറച്ചു നിന്നുകൊണ്ട് ചില ഫൈറ്റ് നടത്താൻ കലാകാരന്മാർക്ക് ബാധ്യതയുണ്ട്. ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് അവസാനമുണ്ടായൊരു വിവാദം എന്ന് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട് എസ് ഹരീഷിൻ്റെ മീശ എന്നുള്ള നോവലാണ്. ആ മീശ എന്നുള്ള നോവലിനെതിരായിട്ട് വലിയ പ്രതിഷേധങ്ങളുണ്ടായി. ആ പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മീശയിലെ ഒരു വാക്കുപോലും എസ് ഹരീഷ് പിൻവലിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. അതൊരു വലിയ കേസായിട്ട് സുപ്രീം കോടതിയിലേക്ക് പോവുകയും സുപ്രീം കോടതി ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ജഡ്ജ്മെൻറ്റ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എസ് ഹരീഷിൻ്റെ നോവൽ കേരളത്തിൽ പ്രസിദ്ധീകരിച്ചില്ലേ? ഒരു പ്രസാധക സംഘം അതിന് മുന്നിലോട്ട് ഇറങ്ങി വന്നില്ലേ? ആ പ്രസാധക സംഘം എടുക്കുന്ന റിസ്ക് എത്ര ചെറുതാണോ? അവർക്ക് അവരുടെ എല്ലാ ഷോറൂമുകളും എല്ലാ ജില്ലകളിലുമുണ്ട്. ഏതെങ്കിലും ഒരു ഷോറൂം ആക്രമിക്കപ്പെടാം, ഏതെങ്കിലും ഒരു ഷോറൂം കത്തിക്കപ്പെടാം. എസ് ഹരീഷിന് തന്നെ വ്യക്തിപരമായി അപകടകരമായിട്ടുള്ള എത്ര മെസ്സേജുകൾ കിട്ടിയിട്ടുണ്ട്, എത്ര ത്രെട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ എന്താ തീരുമാനിച്ചത്? ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് എഴുതുന്നത്. ഉത്തമ ബോധ്യത്തിൽ നിന്ന് നിങ്ങളൊരു കലാസൃഷ്ടി നടത്തിയാൽ ആ ബോധ്യമുള്ളിടത്തോളം കാലം നിങ്ങൾ ഉറച്ചു നിൽക്കണം, ഉറച്ചു നിന്നുകൊണ്ട് പോരാടാൻ തയ്യാറാകണം. അതിനാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള പോരാട്ടം എന്ന് പറയുന്നത്. അതിൻ്റെ ചരിത്രമുള്ള സമൂഹമാണെന്നേ കേരളം. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഭീഷണികൾക്ക് വഴങ്ങിപ്പോയി എന്നുള്ളത് അങ്ങേയറ്റം പരിതാപകരമായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ വലിയ കലാമൂല്യമുള്ളൊരു സിനിമയായിട്ട് ഞാൻ എമ്പുരാനെ കാണുന്നില്ല കേട്ടോ. ഞാൻ ആ സിനിമ കണ്ടിട്ടുള്ളൊരു ഒരു പ്രേക്ഷകനാണ്. എൻ്റെ അഭിപ്രായത്തിന് വലിയ പ്രസക്തിയൊന്നും ഇല്ലായിരിക്കാം. പക്ഷേ എങ്കിൽ കൂടിയും അത് ഇത്രയധികം കൊട്ടിഘോഷിക്കപ്പെടേണ്ട ഒരു സിനിമയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് വലിയ ലാഗുള്ളൊരു സിനിമയാണ്. അതിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന അത്ര പിരിമുറുക്കമുള്ള സ്ക്രിപ്റ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തൊക്കെയോ കാര്യങ്ങൾ എവിടെയൊക്കെയോ സംഭവിച്ചത് കൂട്ടിയിണക്കി കൊണ്ടുണ്ടാക്കിയ ഒരു സിനിമയാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് എമ്പുരാന്. പക്ഷേ അപ്പോഴും ഈ പറയുന്ന വിവാദം ഉണ്ടായിരുന്നില്ല എങ്കിൽ എമ്പുരാൻ മൂന്നാമത്തെ ദിവസം ഈ കളക്ഷൻ, ഈ പറയുന്ന അഞ്ചാമത്തെ ദിവസം ഈ കളക്ഷൻ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒട്ടേറെ നെഗറ്റീവ് റിവ്യൂ വരാൻ സാധ്യതയുള്ളൊരു സിനിമ തന്നെയായിരുന്നു. ആ അർത്ഥത്തിൽ ഇത് ആഘോഷിക്കപ്പെടുകയും ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഈ വിവാദം കൊണ്ട് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ പ്രൊഡ്യൂസർക്ക് ഗുണമുണ്ടായിട്ടുണ്ട്, ഈ ടീമിന് ഗുണമുണ്ടായിട്ടുണ്ട്, വലിയ പൈസ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊന്നും നമ്മുടെ വിഷയമല്ല. പ്രശ്നം എന്ന് പറയുന്നത് കേരളം എന്തുകൊണ്ട് ഈ സിനിമയെ പിന്തുണച്ചു? കേരളം ഒറ്റ കാരണം കൊണ്ടാണ് പിന്തുണച്ചത്. കേരളം പിന്തുണയ്ക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ സിനിമയ്ക്കെതിരായിട്ട് രംഗപ്രവേശം ചെയ്തവർ സമൂഹത്തെ വിഭജിക്കാൻ ശ്രമിച്ചു. ആ സമൂഹത്തെ വിഭജിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ സിനിമയെ പിന്തുണച്ചവരെയാണ് യഥാർത്ഥത്തിൽ ഈ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് ഈ എമ്പുരാൻ ടീം ഒറ്റുകൊടുത്തിരിക്കുന്ന ഒരു അഭിപ്രായം എനിക്ക് ആദ്യം തന്നെ പറയാനുണ്ട്. ഇനിയിപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമായിട്ട് ഞാനിതിനെ കാണുന്നില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നത്തിന് അപ്പുറത്തേക്ക് ഇത് വളർന്നിരിക്കുന്നു. അതുകൂടി നമ്മൾ ബോധ്യപ്പെട്ടു പോകണം. അതാണ് ഇന്നത്തെ ഓർഗനൈസറിൻ്റെ ലേഖനം എന്ന് പറയുന്നത്. ജിതിൻ ജേക്കബ് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് ആ ലേഖനം എഴുതിയിരിക്കുന്നത്. ആ ലേഖനത്തിൽ അദ്ദേഹം ക്രിസ്ത്യാനികളെയാണ്, ഈ കേരളത്തിലെ ക്രിസ്ത്യാനികളെയാണ് ഉദ്ബോധിപ്പിച്ചിരിക്കുന്നത്. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ക്രിസ്ത്യാനികൾക്ക് മുമ്പിൽ വയ്ക്കുന്നു. നോക്കൂ, ക്രിസ്തുമത വിശ്വാസികളെ, ഈ സിനിമയിൽ ഒരു ഡയലോഗുണ്ട്. എന്താണ് ഡയലോഗ്? ദൈവപുത്രൻ പാപം ചെയ്താൽ ദൈവം ബ്ലാക്ക് ഏഞ്ചലിനെ അയക്കും, അല്ലെ, കറുത്ത മാലാഖയെ അയക്കും എന്ന് മോഹൻലാൽ പറയുന്നു. ദൈവപുത്രൻ പാപം ചെയ്യുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ആരാണ് ദൈവപുത്രൻ? ജീസസ് ക്രൈസ്റ്റ് ആണ്, അല്ലേ? അദ്ദേഹം അവതരിച്ചത് തന്നെ എന്തിനാണ്? ഈ ഭൂമിയിലെ സകല പാപങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് മനുഷ്യർക്ക് വേണ്ടി ക്രൂസിഫൈഡ് ആയിട്ടുള്ള, ക്രൂശിതനായിട്ടുള്ള ആളാണ് ക്രിസ്തു എന്ന് പറയുന്നത്, ക്രിസ്തു യേശു എന്ന് പറയുന്നത്. അദ്ദേഹം പാപം ചെയ്താൽ എന്ത് ചെയ്യും? ദൈവം ചെയ്യാൻ പോകുന്നത് കറുത്ത മാലാഖ അയക്കും. ആരാണ് കറുത്ത മാലാഖ എന്ന് പറയുന്നത്? അത് സാത്താനാണ്. സാത്താൻ ഉയർത്തെഴുന്നേൽക്കും. ഇതൊരു ഡയലോഗാണ്. ആ ഡയലോഗ് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ലേഖനം ചോദിക്കുന്നു, ഇത് ഏത് സ്ക്രിപ്റ്റേഴ്സിലുണ്ട്? ഇത് ഏത് വേദത്തിലുണ്ട്? അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? ജീസസ് ക്രൈസ്റ്റിനെ പാപിയായി ചിത്രീകരിക്കുന്നു, സാത്താൻ ഉയർത്തെഴുന്നേൽക്കുന്നു. ഇത് ക്രിസ്തുമത വിശ്വാസികൾക്കെതിരാണ് ഈ ലേഖനം പറയുകയാണ്, ക്രിസ്തുമത വിശ്വാസികളോട്. എന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് നിശബ്ദമായിരിക്കുന്നു? നിങ്ങൾ എന്തുകൊണ്ട് ശാന്തമായിരിക്കുന്നു? ഇറാഖിലെ ഒരു ചർച്ചിൽ വെച്ചിട്ടാണ് ഒരു കോംപ്രമൈസ് ടോക്ക് ഈ സിനിമയിൽ നടക്കുന്നത്. ആ ചർച്ച് എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ ചർച്ചാണ്. ആ ചർച്ച് പല പ്രാവശ്യം ഇസ്ലാമിക ടെററിസ്റ്റുകളാൽ, ISISകാരാൽ ആക്രമിക്കപ്പെട്ടിട്ടുമുണ്ട്. ഒരു കോംപ്രമൈസ് ടോക്കിന് വേണ്ടിയിട്ട് ആ സ്ഥലമാണ് ഈ സിനിമ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ലേഖനം ചോദിക്കുകയാണ്, നോക്കൂ, ഈ ലോകത്ത് എത്രയധികം ലൊക്കേഷൻസ് ഉണ്ട്, പക്ഷേ ഈ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള, ഒരുപാട് സഹിച്ചിട്ടുള്ള ഈ പള്ളിയിൽ വെച്ചിട്ട് ഒരു കൊലപാതകം നടത്തുന്നു മോഹൻലാൽ. അതാരാണ് നടപ്പാക്കുന്നത്? സയ്യിദ് മസൂദ് എന്ന് പറയുന്ന കഥാപാത്രമാണ്. ആ പേര് തന്നെ പറയുന്നത് എന്താണ്? അത് ഒരു മുസ്ലിം നാമധേയമാണ്. ഈ രീതിയിലാണ് ആ ലേഖനം എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നു, ഇനിയും നിങ്ങൾക്ക് ഉണരാൻ കഴിയുന്നില്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര പാസീവായിട്ടിരിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര ശാന്തരായിരിക്കുന്നത്? നിങ്ങൾ പ്രതികരിക്കണം. നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾക്ക് വില കൊടുക്കേണ്ടി വരും എന്ന് ഈ ലേഖനം പറയുന്നു. അപ്പോൾ നോക്കൂ, ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ അതിന് പ്രദർശിപ്പിക്കുമോ, അത് റീ എഡിറ്റ് ചെയ്ത് പ്രദർശിപ്പിക്കുമോ എന്നതിനൊക്കെ അപ്പുറത്ത് വലിയൊരു പ്രധാനപ്പെട്ട വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ അതിനെ ഉപയോഗിക്കാൻ സംഘപരിവാർ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന് ഇതിനപ്പുറത്ത് എന്ത് ഉദാഹരണമാണ് വേണ്ടത്? നോക്കൂ, കഴിഞ്ഞ
കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പിന്നെ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് ഈ മുസ്ലിം സമുദായം അനാവശ്യമായി ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അവരവരുടെ പവർ പൊളിറ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് അവർ വോട്ട് ബാങ്ക് എന്നുള്ള നിലയ്ക്ക് സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഇവിടുത്തെ ഹിന്ദുക്കളെയൊക്കെ ഒറ്റപ്പെടുത്തി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് നിരന്തരം പ്രസംഗിച്ച് BDJS-ലൂടെ ഒരു ഇസ്ലാമോഫോബിയ ഉണ്ടാക്കി അതിൻ്റെ നേട്ടം കൊയ്തവരാണ് BJP കേരളത്തിൽ. അതിൻ്റെ നേട്ടമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2024 നമ്മൾ കണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ അടുത്തൊരു ഇസ്ലാമോഫോബിയ ഏത് വിഭാഗത്തിലേക്കാണ് കുത്തിവെക്കുന്നത്? അത് ക്രിസ്ത്യൻ വിഭാഗത്തിലേക്കാണ് കുത്തിവെക്കുന്നത്. അപ്പം ഇത് എമ്പുരാനിൽ തുടങ്ങിയിട്ട് വലിയൊരു രാഷ്ട്രീയ അജണ്ട BJP ഇവിടെ സെറ്റ് ചെയ്യുന്നു, സംഘപരിവാർ ഇവിടെ സെറ്റ് ചെയ്യുന്നു. നമ്മൾ ഇതുവരെ കേരളത്തിൽ കേട്ടിട്ടുണ്ടോ അർബൻ നക്സലേറ്റ് എന്നൊരു പ്രയോഗം? ഇന്ന് അത് കേരളം കേട്ടില്ലേ? നമ്മൾ കേട്ടിട്ടുണ്ടെന്നേ, പൻസാരിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ദബോൽക്കറെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഏറ്റവും ഒടുവിൽ ഗിരീഷ് കർണാടിനെ വരെ അർബൻ നക്സലേറ്റ് എന്ന് കർണാടകയിൽ വിളിച്ചു, കേരളത്തിൽ ആരെയും വിളിച്ചിട്ടില്ല. ഇന്നിപ്പോൾ അങ്ങനെ ഒരു പ്രയോഗം കൂടി ഉണ്ടായിരിക്കുന്നു. ചെറിയ ഭീഷണിയാണോ ഇത്? ഇത് കേരളം വളരെ ശ്രദ്ധയോടുകൂടി കാണണം. എമ്പുരാൻ അവിടെ നിൽക്കട്ടെന്നേ, ഇനി എമ്പുരാൻ റീഎഡിറ്റ് ചെയ്ത് കാണിക്കുകയോ എന്ത് വേണമെങ്കിലും അവർ ചെയ്യട്ടെ, അവർ ഖേദം പ്രകടിപ്പിക്കുകയോ അതുമായി ബന്ധപ്പെട്ട കേസുകളുമായിട്ട് പോവുകയോ ചെയ്തോട്ടെ. പക്ഷേ എമ്പുരാൻ എപ്പിസോഡ് കേരളത്തിൽ ഇനി ഒരു പ്രധാനപ്പെട്ട എപ്പിസോഡായിട്ട് വരും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെടുത്തി വളരെ സൂക്ഷ്മമായ ഒരു രാഷ്ട്രീയ ആസൂത്രണം സംഘപരിവാർ കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഹിന്ദുക്കൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇസ്ലാമോഫോബിയാണ്. അതവർ മുന്നോട്ട് കൊണ്ടുപോകും. ക്രിസ്ത്യാനികൾക്കിടയിൽ ഒരു വലിയ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്തുകൊണ്ടൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാം എന്നുള്ള പൊളിറ്റിക്കൽ പ്രോജക്റ്റായിട്ട് ഈ എമ്പുരാൻ എപ്പിസോഡിനെ മാറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്, അഥവാ അവരത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് വളരെയധികം അപകടകരമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ എമ്പുരാൻ വിഷയത്തിനേക്ക് അപ്പുറത്ത്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അപ്പുറത്ത് ഇതൊരു വലിയ പൊളിറ്റിക്കൽ ഡിവൈഡായി, ഒരു കമ്മ്യൂണൽ ഡിവൈഡായി മാറാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഒറ്റ വരി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനിയിപ്പോൾ ഈ റീഎഡിറ്റ് ചെയ്ത് തിരിച്ചു വന്നാലും ഈ എമ്പുരാൻ ടീമിനോടുള്ള എൻ്റെ ഒരു കൃതജ്ഞത എന്താണെന്ന് വെച്ചാൽ അതുകൂടി പറയണമല്ലോ. സാധാരണഗതിയിൽ ഈ പറയുന്ന സ്മരണകളിൽ നിന്നെല്ലാം മാഞ്ഞു പോയിട്ടുള്ള ഗുജറാത്ത് എപ്പിസോഡ് ഒരിക്കൽ കൂടി കേരളത്തിൽ ചർച്ചയാക്കാൻ പിന്നെ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ NS മാധവൻ്റെ ഫാൻഡം ലിംബ് എന്നുള്ള പ്രയോഗമുണ്ടല്ലോ. ഫാൻഡം ലിംബ് എന്ന് പറഞ്ഞാൽ കാല് മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കാലുള്ളതായിട്ട് ഫീൽ ചെയ്യും, നമ്മുടെ കാലുള്ളതായിട്ട് ഫീൽ ചെയ്യും. ആ രീതിയിൽ ഇനിയിപ്പോൾ ഇവർ എത്ര എഡിറ്റ് ചെയ്ത് കളഞ്ഞാലും അത് ഫീൽ ചെയ്യും, അതവിടെ ഉണ്ടായിരുന്നു. ആ രീതിയിൽ ആ വിഷയത്തെ ഒരിക്കൽ കൂടി മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ പിൻവാങ്ങിയാലും കേരളം ആ വിഷയം വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യും. കാരണം കേരളം അങ്ങനെ ഒരു പ്രബുദ്ധമായ സമൂഹമാണ്. അവിടെ ഈ ഉത്ബോധനങ്ങളൊന്നും വിലപ്പോകില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് എമ്പുരാൻ എപ്പിസോഡ് കേരളത്തിൽ പുതിയൊരു പ്രോജക്റ്റാക്കി സംഘപരിവാർ ആസൂത്രണം ചെയ്യുന്ന രാഷ്ട്രീയത്തെ കേരളം തിരിച്ചറിയണം എന്നാണ് എൻ്റെ നിലപാട്. സ്മൃതി, അങ്ങനെ സിനിമ നാളെ റീഎഡിറ്റ് ചെയ്ത് പുറത്തു വരികയാണ്. റീഎഡിറ്റ് ചെയ്ത് നാളെ 10:30 മുതൽ കാണിക്കുന്ന സിനിമയിൽ പല പ്രധാനപ്പെട്ട ഭാഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. സ്ത്രീകളോടുള്ള അക്രമം, അതിൽ തന്നെ ഗർഭിണിയായ സ്ത്രീയെ റേപ്പ് ചെയ്യുന്ന ഒരു സീൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ വില്ലൻ കഥാപാത്രത്തിൻ്റെ പേര് തന്നെ പലയിടങ്ങളിലും മ്യൂട്ട് ചെയ്തേക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭീഷണി ഫലിച്ചു. കഥയുടെ കാമ്പ് തന്നെ കട്ട് ചെയ്തെന്നാണ് എൻ്റെ അർത്ഥം. അതിൻ്റെ തുടക്ക ഭാഗത്ത് കാണിക്കുന്നതാണ്. അതിൻ്റെ പല ഭാഗത്തായിട്ട് ഈ പറയുന്ന ഈ ബജ്രംഗി എന്ന പേര് വരുന്നുണ്ട്. അത് കട്ട് ചെയ്തെങ്കിൽ അത് മ്യൂട്ട് ചെയ്ത് എത്ര തവണ പ്ലേ ചെയ്യും? കാരണം വില്ലൻ പല സമയത്ത് രംഗപ്രവേശം ചെയ്യുന്നതാണ്. ഭീഷണി ഭരിച്ചിട്ടുണ്ട്, ഒരു സംശയമില്ല. ഭീഷണി ഭരിച്ചിട്ടുണ്ട്. ആ ഭീഷണിക്ക് വഴങ്ങുകയും അപ്പുറത്ത് ഏറ്റവും അധികമുള്ള കോടാനുകോടി ആരാധകർ മോഹൻലാലിനെ ഈ കാര്യത്തിൽ പിന്തുണയ്ക്കുന്നു. അപ്പുറത്ത് ഒരു ചെറിയ ന്യൂനപക്ഷം എതിർക്കുമ്പോൾ ആ എതിർപ്പ് കാണിക്കുന്നവരോടാണ് ഖേദപ്രകടനം നടത്തിയത്. നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ ആ ഭീഷണിക്ക് വഴങ്ങുകയല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന രൂപത്തിലേക്കായിരിക്കാം ആ ഭീഷണിയും സമ്മർദ്ദത്തിൻ്റെ സ്വഭാവം. അതിനെ ഓവർകം ചെയ്യാൻ കഴിയണം എന്നില്ല, അത് എല്ലാവർക്കും സാധിക്കണമെന്നില്ല. അത് ഒറ്റയ്ക്കൊരു വ്യക്തിക്ക് തീരുമാനിക്കാം. പക്ഷേ ഒരു സംവിധാനമായി ഒരു നിർമ്മാണ പദ്ധതിയുമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ, ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരൊറ്റ ആളുടെ ഒരു പങ്കല്ലല്ലോ അതിൽ പൃഥ്വിരാജും മോഹൻലാലും മുരളി ഗോപിയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ മോഹൻലാലിൻ്റെ പോസ്റ്റാണ് നമ്മൾ ആകെ കണ്ടത്, അല്ലേ? ഖേദപ്രകടനം എന്നുള്ളത് മോഹൻലാലിൻ്റെ പോസ്റ്റാണ്. പിന്നീട് അത് പൃഥ്വിരാജിന് ഷെയർ ചെയ്യേണ്ടി വന്നിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷെയർ ചെയ്യേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അതിനുശേഷം ഒരു പരസ്യ പ്രതികരണത്തിന് ഇവരാരും തന്നെ തയ്യാറായിട്ടില്ല. മുരളി ഗോപി ആകട്ടെ ഈ വിഷയത്തിൽ ഈ സെൻസറിങ് എന്ന നിലപാടിനോട് തന്നെ അദ്ദേഹത്തിന് മറ്റൊരു വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ഇതിൽ പ്രതികരിച്ചിട്ടേ ഇല്ല. ഇന്നാണെങ്കിൽ ഈദ് മുബാറക്ക് എന്നൊരു പ്രതികരണം അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് അദ്ദേഹം സോഷ്യൽ മീഡിയയിലുണ്ട്, പക്ഷേ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല, പോസ്റ്റ് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടില്ല. ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഭീഷണി ഫലിച്ചു എന്ന് പറയുമ്പോൾ ആ ഭീഷണിയുടെ സ്വഭാവം വേറെ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ ഈ സിനിമ തിയേറ്ററിലെത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന രൂപത്തിലൊക്കെ ഭീഷണി നമ്മൾ നോർത്ത് ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട്, പല സിനിമകളിലും കണ്ടിട്ടുണ്ട്, ബോളിവുഡ് സിനിമകളിൽ കണ്ടിട്ടുണ്ട്. നമുക്ക് അറിയാവുന്നതാണ്, ദീപിക പദുക്കോണ്ട സിനിമയടക്കം ആ രൂപത്തിൽ വിമർശിക്കപ്പെട്ടു. അതിനുശേഷം അത് തിയേറ്ററിൽ പോയി അനുമതി വാങ്ങി തിയേറ്ററിൽ ഓടുകയും നന്നായി ഹിറ്റാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വേറൊരു രീതിയാണ് ഇവർ അവലംബിച്ചത്. കാരണം പദുക്കോണ്ടിന്റെ വസ്ത്രമായിരുന്നു പ്രശ്നം. വസ്ത്രം അത് ഒരു എന്താണ്, അടിവസ്ത്രം.
അടിവസ്ത്രം എന്ന് പറയുന്നത് സ്വിം സ്യൂട്ടായിരുന്നു അല്ലേ, അതിൻ്റെ കളർ കാവി കളറായിരുന്നു, അതായിരുന്നു പ്രശ്നം. പക്ഷേ അവർ ആ കാവി കളറിട്ട് ആ ഭാഗം കട്ട് ചെയ്യാതെ തന്നെ ആ സിനിമ വന്നു, അതെല്ലാവരും കാണുകയും ചെയ്തു. സിനിമ ഹിറ്റായി. സിനിമ വളരെ ഗംഭീരമായ സിനിമയാണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമല്ല, ഒരു തട്ടുപൊളിപ്പൻ പടമായിരുന്നു. ഈ സിനിമയുമായി ബന്ധപ്പെട്ടും അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഇതിലെ ആദ്യ രംഗങ്ങളായാലും അതിൻ്റെ കഥ പറഞ്ഞു പോകുന്ന രീതിയായാലും ഇതുവരെ ഇവിടെ മലയാളത്തിൽ, അല്ലെങ്കിൽ മലയാളത്തിലല്ല രാജ്യത്തായാലും ഇപ്പോൾ കുറച്ചു കാലമായി ഇവിടെ BJP ഭരണത്തിൽ വന്ന ശേഷം കാണിക്കാത്തൊരു ധൈര്യം ഈ സിനിമാ നിർമ്മാണത്തിൽ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ രംഗങ്ങൾ അത്രയ്ക്കും ധൈര്യത്തോടു കൂടി ചെയ്താണ്. അതിങ്ങനെ അറിയാതെ ചെയ്തു പോയി, അറിയാതെ അഭിനയിച്ചു പോയി എന്ന രൂപത്തിലൊന്നും ആർക്കും പറയാൻ പറ്റില്ല. കാരണം ഇത് കൃത്യമായ സ്ക്രിപ്റ്റ് ഉണ്ട്, കൃത്യമായി ഇത് മനസ്സിലാക്കി ഓരോ രംഗവും കൃത്യമായി പറഞ്ഞ് തന്നെയാണ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് മോഹൻലാലിനെ പിന്തുണച്ചുകൊണ്ടും പൃഥ്വിരാജിനെ എതിർത്തുകൊണ്ടും പ്രതികരണങ്ങൾ വന്നപ്പോൾ മല്ലിക സുകുമാരൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതങ്ങനെ ഒരു വസ്തു നിൽക്കുന്നു. അപ്പോൾ ഇതറിഞ്ഞുകൊണ്ട് തന്നെ കൃത്യമായി ചെയ്തിട്ടുള്ളതാണ്. അതിൽ അവർക്ക് ഒരു നിലപാടുണ്ടെന്നേ, ആ നിലപാടാണ് സിനിമയായി വന്നിട്ടുള്ളത്. സിനിമ വന്ന ശേഷമുള്ള ഭീഷണിയുടെ സ്വഭാവം നോക്കൂ. ഇതിൽ ആദ്യം തന്നെ ഇതൊരു സിനിമയായി കാണണമെന്ന രൂപത്തിൽ BJP നേതാക്കൾ പ്രതികരിക്കുന്നു. കാണണമെന്ന് പറഞ്ഞവർ പിന്നീട് നിലപാട് മാറ്റി. പക്ഷേ മാറി നിന്ന് അപ്പുറത്തുനിന്ന് ആക്രമിക്കാൻ ഇട്ടുകൊടുക്കുന്നു. ഈ ഉത്തരവാദപ്പെട്ടവർ തന്നെ പോസ്റ്ററുകൾ ഇടുന്നുണ്ട്. ഇപ്പോൾ ഒരു പോസ്റ്റർ വന്നിരിക്കുന്നത് ഈ സയ്യിദ് മസൂദ് എന്ന പേര് ഇതിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന് വരുന്നത് എങ്ങനെയാണ്? ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറും ലഷ്കർ തലവൻ ഹാഫിസ് സയ്യിദും ഈ രണ്ട് പേരുകളും ചേർന്നുകൊണ്ടുള്ള ഒരു പേരാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ ഈ പൃഥ്വിരാജിന് അവരോടുള്ള ബന്ധം കൊണ്ടാണ്, അവരോടുള്ള ആഭിമുഖ്യം കൊണ്ടാണ് എന്നൊക്കെ ഒരു ഗവേഷണം നടത്തി എന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. യുവരാജ് ഗോകുൽ എന്ന ഉത്തരവാദപ്പെട്ട ഇവരുടെ നേതാവ്, നമ്മുടെ ചർച്ചകളിലൊക്കെ അതിഥിയായി വരുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, അറിഞ്ഞിടത്തോളം സിനിമയിലെ വില്ലന്മാർ ആഭ്യന്തരമന്ത്രി, ഇന്റലിജൻസ് ബ്യൂറോ ഒക്കെയാണ്. നായകന് ലഷ്കർ തോയ്ബയും 6 മാസം കുത്തിയിരുന്ന് ഒറിജിനൽ സ്ക്രിപ്റ്റിൽ പണിയെടുത്ത വാരിൻ കുന്നത്തെ ജീവിതശൈലി അന്വേഷിച്ചാൽ അതിന് ഉത്തരം കിട്ടേണ്ടതാണ്. മലയാള സിനിമയിൽ അരനൂറ്റാണ്ട് താരരാജാക്കന്മാരായി ജീവിച്ചവർക്ക് പോലും മുംബൈയിലെ പാലി ഹിൽ ഏരിയയിൽ ലക്ഷറിയസ് അപ്പാർട്ട്മെന്റിൽ ഒന്ന് ആലോചിച്ച് നോക്കും. പൃഥ്വിരാജ് അവിടെ ഒരു അപ്പാർട്ട്മെന്റ് എടുത്തു, പൃഥ്വിരാജിന്റെ മകളുടെ വിദ്യാഭ്യാസം മുംബൈയിലേക്കാക്കി. പക്ഷേ ഖാൻമാരും ബോളിവുഡ് ബിഗികളും താമസിക്കുന്ന സ്ഥലത്ത് ഇയാൾക്ക് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഇതെങ്ങനെ സാധിക്കുന്നു എന്നതിന് ഉത്തരമാണ് എമ്പുരാനിലെ ചതി എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഈ പറയുന്ന ഈ പോയി അടിക്കൂ എന്ന് പറയുന്നവർക്ക് എറിഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഏറ്റുപിടിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതൊരു വലിയ വിഭാഗമൊന്നായിരിക്കില്ല. പക്ഷേ ഈ ഓർഗനൈസറിൽ വന്നിരിക്കുന്ന ലേഖനം അതിപ്പോൾ 3 ദിവസമായി വരുന്നു. ഇന്നലെ 2 ആയിരുന്നു, ഇന്നിപ്പോൾ ഒരു ലേഖനം കൂടി. അതിലാണ് ഇപ്പോൾ ക്രിസ്ത്യൻ വിരുദ്ധമാണ് ഈ സിനിമ എന്ന് കൂടി പറഞ്ഞു വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ പൃഥ്വിരാജ് ഏതൊക്കെ വിഷയങ്ങളിൽ പ്രതികരിച്ചിരിക്കുന്നു? CA വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്, ലക്ഷദ്വീപ് വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് മുനമ്പം വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്ന് കൂടി ചോദിച്ചു വയ്ക്കുകയാണ്. ഇതൊക്കെ ഇവിടുത്തെ ആളുകൾ അങ്ങനെ വിഴുങ്ങുന്ന വിഷയമൊന്നുമല്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് നല്ല ബോധം ഉണ്ട്. അതുകൊണ്ടാണ് തിയേറ്ററുകളിൽ ഇപ്പോൾ നിറഞ്ഞോടുന്നത്. 200 കോടി കടന്നിരിക്കുന്നു എന്നുള്ള പോസ്റ്റ് മോഹൻലാൽ ആദ്യം ഇടുന്നു, അതിനുശേഷം പൃഥ്വിരാജ് ഷെയർ ചെയ്യുന്നു. ഇതിനിടയ്ക്ക് ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പൃഥ്വിരാജ് ഈ പറയുന്ന സയ്യിദ് മസൂദ് എന്ന കഥാപാത്രത്തിൻ്റെ വേഷമിട്ടുള്ള പോസ്റ്റർ ആദ്യം പങ്കുവച്ചിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ പേരുമുണ്ട്, മുരളി ഗോപിയുടെ പേരുമുണ്ട്. അതിൽ മോഹൻലാലിൻ്റെ പേരുണ്ടായിരുന്നില്ല. അതായത് ഈ വിഷയത്തിൽ മോഹൻലാലിൻ്റെ ഖേദപ്രകടനത്തോട് അദ്ദേഹത്തിന് അത്ര താല്പര്യമില്ല എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നീട് മോഹൻലാൽ തൻ്റെ ചിത്രം വെച്ചുകൊണ്ട് പോസ്റ്റർ ഷെയർ ചെയ്യുന്നു. പിന്നീട് പൃഥ്വിരാജ് വീണ്ടും തൻ്റെ പഴയ പോസ്റ്റ് മാറ്റുന്നു, മോഹൻലാലിൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്യുന്നു. ഈ രൂപത്തിലേക്ക് അത് മാറുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ദിവസം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മുരളി ഗോപി ആകട്ടെ നല്ല അർത്ഥമുള്ള മൗനത്തിൽ തുടരുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടാണ് ആ മൗനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഭീഷണിയൊക്കെ മറികടക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്ന പോലെ ഇത്രയും ഭൂരിപക്ഷം നമ്മുടെ പിന്നിലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്നവർക്ക് അത്ര എളുപ്പമല്ല. ഇനി അടുത്തൊരു സിനിമ ചെയ്യാൻ ഇതാ ബോളിവുഡിൽ സ്വീകാരനാകുന്നു പൃഥ്വിരാജെങ്കിൽ അവിടെ ഇനി അയാൾ വളരരുത് എന്നൊരു സന്ദേശം ഇവിടെ നിന്ന് എഴുതി വെക്കുന്നുണ്ട്. ആ സന്ദേശം ഏത് രൂപത്തിൽ എവിടെയൊക്കെ ചെന്ന് തട്ടും, എവിടെ നിന്നൊക്കെ അതിന് തടസ്സം വരുമെന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ മലയാള സിനിമാ ലോകത്ത് ഇപ്പോൾ പൃഥ്വിരാജിന് ശത്രുക്കളുണ്ട് എന്നാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത്. ആരും പ്രതികരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. AMMA പ്രതികരിച്ചിട്ടില്ല. AMMA ദിവസം വരെയും പ്രതികരിച്ചിട്ടില്ല. എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഒരുപക്ഷേ മോഹൻലാൽ അതിൻ്റെ ഇപ്പോഴും പ്രസിഡന്റ് തന്നെയാണ് അല്ലേ? അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ലെങ്കിലും പ്രസിഡന്റ് തന്നെയാണ്. അദ്ദേഹം ഉള്ളതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ പ്രതികരിക്കുന്നില്ല, പൃഥ്വിരാജിന് പിന്തുണ ലഭിക്കുന്നില്ല എന്ന് പറയുന്നു. ഇപ്പുറത്ത് ഒരു പ്രതികരണം വരാത്ത ഘട്ടത്തിൽ ഇപ്പോഴത്തെ FFKയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്, പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള പ്രതികരണം. അത് മുഴുവൻ പ്രവർത്തകർക്ക് മോഹൻലാലിനും പൃഥ്വിരാജിനും പിന്തുണ എന്ന് പറയുന്നു. അതേസമയം ഈ കട്ട് ചെയ്തതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഈ പറഞ്ഞ ഭീഷണി പാടില്ല, നല്ല രീതിയിലുള്ള വിമർശനമാകാം എന്നൊക്കെ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയാണ് FFKയുടെ പ്രതികരണം ഈ വൈകിയ വേളയിൽ 5-ാം ദിവസം വന്നിരിക്കുന്നത്. ഇതൊരു തുടർച്ചയാകുമോ എന്നുള്ള ആശങ്കയാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഇനിയിപ്പോൾ ഇത്തരം രാഷ്ട്രീയം പറയുന്ന സിനിമകൾ ഇനി ചെയ്യാൻ ആരും ഒന്ന് ഭയപ്പെടും. മോഹൻലാലിനെ പോലുള്ള വ്യക്തി പ്രത്യേകിച്ചും ഒന്ന് ഭയന്ന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. അദ്ദേഹത്തിന് സംഘപരിവാറുമായി നല്ല ബന്ധമുണ്ട്, അദ്ദേഹത്തിനെ നേതാക്കൾ തന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത്. ഒരുപക്ഷേ ഇനി അദ്ദേഹം സിനിമ ചെയ്യുമ്പോൾ നന്നായി
ആലോചിക്കും എന്ന് തന്നെയാണ്. പൃഥ്വിരാജ് അദ്ദേഹത്തെ ഇരുട്ടത്ത് നിർത്തിക്കൊണ്ട് സിനിമയിൽ അഭിനയിപ്പിച്ചെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിന് അത്രയേ രാഷ്ട്രീയ ആലോചനകൾ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ ഒരു പക്ഷേ. അദ്ദേഹത്തിന് കുറേ സിനിമകൾ തുടർച്ചയായി ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞ സമയത്താണ് നേരത്തെ നല്ല ഹിറ്റായ ലൂസിഫറിൻ്റെ 2ാം ഭാഗം വരുന്നത്. ഉറപ്പായും അതിൻ്റെ ഒരു ഹൈപ്പ് നമ്മൾ അതിൻ്റെ പ്രചാരണത്തിൽ മുഴുവൻ കണ്ടതാണ്. ഇവർ ഒരുമിച്ച് തന്നെയായിരുന്നു ഈ പ്രചാരണത്തിൽ നിൽക്കുകയും ചെയ്തിരുന്നത്. ഈ ഭീഷണിയെ ഒന്നും മറികടക്കാൻ അത്ര എളുപ്പമല്ല. ഇപ്പോൾ ഹരീഷിൻ്റെ കാര്യം പറഞ്ഞു. മീശ എന്ന നോവലുമായി ബന്ധപ്പെട്ട് മാതൃഭൂമിയിൽ അതിൽ വന്ന ഘട്ടത്തിൽ അതിനോടുള്ള ഭീഷണി എങ്ങനെയായിരുന്നു, ഏത് രൂപത്തിലായിരുന്നു, നമ്മളൊക്കെ അത് ചർച്ച ചെയ്തതാണ്. പിന്നീട് DC ബുക്സ് പ്രസിദ്ധീകരിച്ചപ്പോഴും ഈ പറയുന്ന ഒരു ഭാഗം അതിൽ നിന്ന് നീക്കം ചെയ്തിട്ട് തന്നെയാണ് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്രയ്ക്കുണ്ട് ആ സമ്മർദ്ദം. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ അതിജീവിക്കാൻ കഴിയുന്ന സമ്മർദ്ദം അത് പല രൂപത്തിലാണ് വരികയെന്ന്. ഇവിടെ ജീവിക്കാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ടാക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒരുമിച്ച് നേരിടേണ്ടതുണ്ട്. അതിൽ നിങ്ങൾ അങ്ങ് പരാജയപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ആ ഭീഷണിക്ക് വഴങ്ങിയിരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് ഇവിടെ ഇരുന്ന് പറയാൻ എളുപ്പമാണ്. പലപ്പോഴും നമ്മൾക്കും അത് സംഭവിച്ചേക്കാം എന്നുള്ള ആശങ്കയാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. ഭീഷണി ഫലിച്ചിട്ടുണ്ട്. ഓക്കെ, സുജയ, ഭീഷണി ഫലിച്ചു എന്ന ചോദ്യത്തിന് സാമ്പത്തികമായ ലാഭം എന്ന നിലയിൽ അത് ഫലിച്ചിട്ടുണ്ട്. 200 കോടിയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് അതുണ്ടാക്കിയ വിവാദം. ഇന്നലെ രാത്രി മുഴുവൻ കേരളത്തിലെ പല തിയേറ്ററുകളിലെ തള്ളിച്ചു നമ്മൾ കണ്ടതാണ്. എനിക്കൊന്ന് സുജയും ഇന്നലെ രാത്രിയിലാണ് കണ്ടത്. ഞാനും ഇന്നലെ രാത്രിയിൽ ഈ സിനിമ കണ്ടു. പാലക്കാട് വെച്ചാണ് കണ്ടത്. രാത്രിയിൽ 12:30 ക്യൂ നിൽക്കുന്ന ആളുകളെ കണ്ടു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും ഉത്സവ സീസണുകളിലെ തിയേറ്ററുകളിൽ നിറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതല്ലാതെ കേരളമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ഇന്നലെ വലിയ റഷായിരുന്നു. ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് പല ഷോകളും അവസാനിച്ചത്. അപ്പോൾ ആ അർത്ഥത്തിൽ സാമ്പത്തിക ലാഭം സിനിമയ്ക്കുണ്ടാക്കി. പക്ഷേ അതിൻ്റെ രാഷ്ട്രീയം അത് ഏത് തരത്തിലുള്ള സമ്മർദ്ദമുണ്ടാക്കി എന്നുള്ളതാണ് ചർച്ച. ഭീഷണി ഫലിച്ചു. ഇതിലൊരു ഭീഷണി ഉണ്ടായിട്ടില്ല എന്നത് ഒരു ഭാഗത്ത് നിങ്ങളൊക്കെ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. കാരണം ഡോക്ടർ അരുൺ തന്നെ ഈ വിഷയമുണ്ടായപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ എടുത്ത അല്ലെങ്കിൽ അതിനുശേഷം താങ്കളുടെ സമൂഹ മാധ്യമ പോസ്റ്റിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഏതെങ്കിലും തരത്തിൽ നേരിട്ട് ഒരു ഭീഷണിപ്പെടുത്തുന്ന ഒരു സമീപനം ഉണ്ടായിട്ടില്ല എന്നത് വ്യക്തമാണ്, എവിഡൻ്റ് ആണ്. ഒരു തരത്തിലും ഒരു ഏജൻസിയോ അല്ല എന്നുണ്ടെങ്കിൽ ഈ സർക്കാരിൻ്റെ ഭാഗമായ ഏതെങ്കിലും വെണ്ടറോ അങ്ങനെ ഒരു ഭീഷണിയിലേക്ക് പോയിട്ടില്ല. എന്നാൽ സെൻസറിങ്ങിനായിട്ടുള്ള തീരുമാനം ഇവരെടുക്കുമ്പോൾ ആദ്യത്തെ 20 മിനിറ്റ് എന്ന നിർദ്ദേശം സെൻസർ ബോർഡിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതിലെ മ്യൂട്ട് ചെയ്യുന്ന ഓപ്ഷനെ കുറിച്ച് ഇവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ 3 ദിവസങ്ങളായി ഇതിന്മേലുള്ള കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ഇന്നിപ്പോൾ ആ എഡിറ്റ് പൂർത്തിയാവുകയും ചെയ്തിരിക്കുകയാണ്. ബുധനാഴ്ചയോടുകൂടി പുതിയ സിനിമ എന്നാണ് പറഞ്ഞിരുന്നത്, അതായത് റീ എഡിറ്റഡ് വേർഷൻ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നാളെ അത് തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ്. അതാണ് ഇതുവരെ സംഭവിച്ചിരിക്കുന്നത്. ഈ സിനിമ കാണുന്നത് വരെ, അതായത് നമ്മൾ ആദ്യത്തെ ദിവസം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആരും ഈ സിനിമ കണ്ടിരുന്നില്ല. ഇന്നലെ ആയപ്പോഴേക്കും ഉണ്ണി സാർ കണ്ടിരുന്നു, മാഡം കണ്ടോന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു മോഹൻലാൽ ചിത്രം എന്ന് കരുതിയാണ് കാത്തിരുന്നത്. ലൂസിഫർ പോലെ ഒരു മോഹൻലാൽ ചിത്രം എന്ന് കരുതിയാണ് കാത്തിരുന്നത്. പക്ഷേ ആ സിനിമയ്ക്കായി ചെലവഴിച്ച സമയം പൂർത്തിയാകുമ്പോൾ അതൊരു മോഹൻലാൽ ചിത്രമല്ല, അത് ഒരു പൃഥ്വിരാജ് ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പൃഥ്വിരാജിനാണ് ആ സിനിമയിൽ ഇമ്പോർട്ടൻസ്. അത് സയ്യിദ് മസൂദിൻ്റെ കഥയാണ്. സയ്യിദ് മസൂദിൻ്റെ പ്രതികാരത്തിനായി സഹായിക്കുന്ന ഒരു വലിയ ക്രിമിനലായ അബ്രാം ഖുറേഷി അബ്രാമിനെയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. അതിൽ സ്റ്റീഫൻ വളരെ തുലോം തുച്ഛമായ സീനുകളിൽ മാത്രം വന്നു പോകുന്ന ഒരാളാണ്. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ട്രാൻസിഷനാണ് 2ാം ഭാഗത്തിൽ ഉണ്ടാവുക എന്നതാണ് നമ്മൾ കരുതിയിരുന്നത്. അതായത് സ്റ്റീഫനിൽ നിന്ന് നാട് വിട്ടുപോകുന്ന 15-കാരിൽ നിന്ന് പിന്നീട് എവിടെയാണ് ഈ സ്റ്റീഫൻ ആയിരുന്നത്, മുംബൈ, ആ വേർഷനൊക്കെ ഇനി 3ാം ഭാഗത്തിലാണ് വരിക എന്നതാണ് ചിത്രം അവസാനിക്കുന്ന ഭാഗം എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ഈ സിനിമയുടെ ഒരു പ്രോഗ്രഷൻ അത് ആരാധകർ ആഗ്രഹിച്ച രീതിയിലാണോ ഈ 2ാം ഭാഗത്തിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മാത്രമല്ല ഈ ഒരു സിനിമ ഇപ്പോൾ 5 ദിവസത്തിനകം 200 കോടി രൂപ ഈ 200 കോടി ക്ലബിലേക്ക് ഈ സിനിമ എത്തിയിട്ടുണ്ടെങ്കിൽ അത് കലാമൂല്യം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. അത്രയധികം കലാമൂല്യമുള്ള ഒരു സിനിമയായി ഞാൻ കാണുന്നില്ല. വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയനാണ്. അത്രയധികം കലാമൂല്യമുള്ള ഒരു സിനിമയായി ലൂസിഫർ കൂടി കണ്ട ഒരാളെന്ന നിലയിൽ, മോഹൻലാലിൻ്റെ ഒട്ടുമിക്കവാറും എല്ലാ സിനിമകളും കാണുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്കിത് കലാമൂല്യമുള്ള മോഹൻലാൽ എന്ന താരശരീരത്തെ പൂർണ്ണമായും ഉപയോഗിച്ച ഒരു സിനിമയായി എനിക്ക് തോന്നുന്നില്ല. കാരണം മോഹൻലാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന, യഥാർത്ഥത്തിൽ ഞാൻ ഡോക്ടർ അരുണിനോട് നേരത്തെ സംസാരിച്ചപ്പോഴും അത് സൂചിപ്പിച്ചിരുന്നു. അതായത് ഈ സിനിമയിൽ മോഹൻലാലിൻ്റെ ഒരു വേർഷൻ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മോഹൻലാൽ അഭിനയിച്ച ഭാഗങ്ങൾ മാത്രമായി എടുത്തു വെച്ചൊന്ന് നോക്കൂ. അതിൽ മോഹൻലാലിൻ്റെ ഒരു പ്രൊമോ ഷൂട്ടാണ് അല്ലെങ്കിൽ ഒരു പരസ്യ ഷൂട്ടാണ് അവിടെ നടന്നിരിക്കുന്നത്. മോഹൻലാൽ ലെഫ്റ്റ് ടു റൈറ്റ്, മോഹൻലാൽ റൈറ്റ് ടു ലെഫ്റ്റ്, പിന്നെ മോഹൻലാലിൻ്റെ ഹെലികോപ്റ്റർ എൻട്രി, അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ചർച്ചാ എൻട്രി, അതായത് ഈ ഗോവർദ്ധനെ കാണുന്നതടക്കം അതിലെല്ലാം ഈ പറയുന്ന സീൻസാണ്. സീനുകൾ വളരെ നന്നായി തന്നെ, സിനിമാറ്റോഗ്രാഫി വളരെ നന്നായി തന്നെ വിദേശ ലൊക്കേഷനുകളടക്കം വളരെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും അണിയറ പ്രവർത്തകർക്ക് ഈ മേക്കിംഗ് എന്ന് പറയുന്നത് അവർക്ക് നല്ല രീതിയിൽ നിർവഹിക്കാൻ സാധിച്ചു. പക്ഷേ
അതിൽ നിന്ന് കഥ നഷ്ടപ്പെട്ടു പോയോ എന്ന ഒരു സംശയം കാണുന്ന ഒരു ആസ്വാദകന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തെറ്റു പറയാൻ കഴിയില്ല. അവിടെയാണ് ഈ വിവാദങ്ങൾ എമ്പുരാൻ എന്ന സിനിമയെ തുണച്ചിരിക്കുന്നത് എന്നതാണ് എൻ്റെ വിലയിരുത്തൽ. അപ്പോൾ ഈ സയ്യിദ് മസൂദിന്റെ കഥ, സയ്യിദ് മസൂദിന്റെ പ്രതികാരത്തിന്റെ കഥ, സയ്യിദ് മസൂദ് പ്രതികാരം ചെയ്യുന്നത് എന്തിനാണ്? ബജ്രംഗിയെ പോലെയുള്ള അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തെ ഒന്നാകെ കൊന്നൊടുക്കിയ ഹിന്ദു ഭീകരനെ തിരിച്ച് കൊലപ്പെടുത്തി ആ പ്രതികാരം നിർവഹിക്കുന്നതിൽ അവസാനിപ്പിക്കുന്ന ഒരു സിനിമ. അതാണ് കാരണം 200 കോടി ക്ലബ്ബിൽ കയറിയെങ്കിൽ കേരളത്തിൽ ഒട്ടുമിക്കവാറും എല്ലാവരും ഇതിനകം കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് വേണം കരുതാൻ. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കാണാനായി ഇരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഞാൻ കഥയിലേക്ക് പോകുന്നില്ല. ഇതിൽ ഒറ്റ വാചകം, താൻ അറിയാതെ തന്നെ ഞാൻ ഉപയോഗിക്കുകയായിരുന്നു എന്ന് ഇന്ദ്രജിത്തിന്റെ കഥാപാത്രമായ ഗോവർദ്ധനോട് മോഹൻലാലിന്റെ ഖുറേഷി അബ്രാം പറയുന്നുണ്ട്. അതാണ് പൃഥ്വിരാജ് വെടിപ്പായിട്ട് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. പൃഥ്വിരാജ് മോഹൻലാലിനെ ഈ സിനിമയിൽ അങ്ങനെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. മോഹൻലാൽ പോലും അറിയാതെ മോഹൻലാലിനെ കൃത്യമായി കുറേ സീനുകളിൽ പ്ലേസ് ചെയ്യുന്നു. മോഹൻലാൽ ചിത്രം എന്ന ഒരു ബ്രാൻഡിങ് അതിന് വരുന്നു. ആ ബ്രാൻഡിങ് ഉപയോഗിച്ചുകൊണ്ട് സിനിമയുടെ മാർക്കറ്റിംഗ് വളരെ വിദഗ്ധമായി തന്നെ നിർവഹിക്കുന്നു. ഇപ്പോൾ വന്ന വിവാദം പോലും വളരെ വിദഗ്ധമായി, വളരെ ക്ലവറായിട്ട് തന്നെ ഉപയോഗിക്കുന്നു. ആ രീതിയിൽ ആ സിനിമയുടെ വരുമാനം അത് ഉദ്ദേശിച്ചതിന് മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള കൃത്യമായ സ്ട്രാറ്റജി ഇതിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. മോഹൻലാലിന്റെ ഈ ഖേദപ്രകടനം അടക്കം അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ ഉണ്ണിസാർ അടക്കമുള്ള ആദ്യഘട്ടത്തിൽ പിന്തുണച്ച ആളുകളെയെല്ലാം ഞങ്ങൾ പിന്തുണച്ചവർ ചമ്മിപ്പോയല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്കാണ് ആ ഖേദപ്രകടനം വന്നു വീണത്. കാരണം ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്, കേരളത്തിൽ 20% BJPക്ക് ഇതുവരെ നേടാൻ കഴിഞ്ഞ ഏറ്റവും ഉയർന്ന വോട്ട് വിഹിതം. അപ്പോൾ അത്രമാത്രം വോട്ട് വിഹിതമേ ഉള്ളൂ. കേരളത്തിൽ നിന്ന് ഒരു MP മാത്രമേ ഉള്ളൂ. നിയമസഭയിൽ ഒരു MLA ഇല്ല. പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും ഒക്കെ നഗരസഭകളും എല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഒരിക്കലും UDFും LDFും ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ചേർന്ന് നിൽക്കുന്നതിൻ്റെ എവിടെയാണ് NDA അല്ലെങ്കിൽ BJP കേരളത്തിൽ നിൽക്കുന്നത് എന്നതുകൂടി മനസ്സിലാക്കി വേണം. കേരളത്തിൽ ഇത്രത്തോളം ഭീഷണിയുണ്ട്. സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കണ്ടാലുടനെ ഖേദം പ്രകടിപ്പിക്കുന്ന ഒരു മോഹൻലാൽ, അത് അത്രയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ എല്ലാവർക്കും കഴിയുന്ന ഒരു സാഹചര്യമല്ല. അപ്പോൾ അവിടെയും ഈ രീതിയിലുള്ള ഒരു ബ്രില്യൻസ് ഈ ടീമിന് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി നേരിടാൻ പോകുന്ന ഭീഷണി എന്നുള്ളതല്ല, ഇനി നേരിടാൻ പോകുന്ന ഒരു ചാലഞ്ചായി ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന, ചിത്രീകരിച്ചിരിക്കുന്ന പല കാര്യങ്ങളിന്മേലുമുള്ള ആക്ഷൻസ് ആണ്. അത് ഭീഷണിയായിട്ടല്ല, അത് സാങ്കേതികമായി അവർ വിശദീകരിക്കേണ്ടി വരും. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളത് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചതാണിത്. പാർട്ടി പേരുകൾ, വ്യക്തികൾ അതെല്ലാം പ്രതീകാത്മകമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. പക്ഷേ അവിടെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പേരും ലോഗോ ഓൾമോസ്റ്റ് അതുപോലെ തന്നെയാക്കിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ ഇപ്പോൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് നടപടി എന്ന് കേൾക്കുന്നു. അക്കാര്യത്തിൽ NIAയുടെ ഭാഗത്തു നിന്നുള്ള ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്ന നടപടി എന്താണ് എന്നത് വ്യക്തത വരേണ്ടിയിരിക്കുന്നു. NIAയുടെ ക്രെഡിബിലിറ്റിയെ കാണിക്കുന്നതിലല്ല, CBI അന്വേഷണത്തെക്കുറിച്ച്, CBI കുറിച്ച് പറയുന്നു, പോലീസിനെ കുറിച്ച് പറയുന്നു. അത് ആ അന്വേഷണ ഏജൻസിയെ അന്വേഷണം നടത്തുന്നു എന്ന രീതിയിലാണ്. ഇവിടെ ദേശീയ സുരക്ഷാ ഏജൻസിയുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുന്ന രീതിയിൽ ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അതായത് രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങുന്നതാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഏജൻസി എന്ന് കാണിക്കുന്ന രീതിയിലാണ് ചിത്രീകരിച്ചത്. മാത്രമല്ല IBയെയും അതേ രീതിയിലാണ്, IBയുടെ ഉദ്യോഗസ്ഥനെ കൂടെ കൊണ്ട് നടക്കുകയാണ്. ഇതിലെ പൊളിറ്റിക്കൽ കിങ് മേക്കേഴ്സ് കൂടെ കൊണ്ട് നടക്കുന്നതായി ചിത്രീകരിക്കുന്നു. ആ രണ്ട് കാര്യങ്ങളിലും ഈ രണ്ട് ഏജൻസികൾക്കും ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് NIA ചെയ്യട്ടെ, നമ്മൾ ആരും തീരുമാനിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് NIA എന്താണ് ചെയ്യുക എന്നുള്ളത് NIAയുടെ ഭാഗത്തേക്ക് വിടാം. അപ്പോൾ ഈ 2 മണിക്കൂർ 8 മിനിറ്റ് 10ാമത്തെ സെക്കൻഡിൽ വന്നിരിക്കുന്ന ചിഹ്നവും ഏജൻസിയുടെ നമ്പറും ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുള്ള ആ സീൻ എങ്ങനെയാണ് അതിനി എടുക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. വെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പോൾ എന്തായാലും വെട്ടുകൊണ്ട എമ്പുരാൻ അടുത്ത ദിവസം മുതൽ കാണാനിരിക്കുകയാണല്ലോ. അപ്പോൾ ആ രീതിയിലെ നിങ്ങളൊക്കെ ഇപ്പോൾ വരുത്തിയ ഭാവവ്യതിയാനത്തെ ഞാൻ കാണുന്നുള്ളൂ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നവർ TP51 എന്ന സിനിമ എടുത്ത സംവിധായകൻ മൊയ്തു താഴത്ത് ഇന്ന് നമ്മുടെ ചാനലിൽ വന്നിരുന്ന് പറഞ്ഞത് അത് പ്രേക്ഷകരടക്കം കേട്ടതാണ്. TP51 സിനിമയുടെ സംവിധായകന് എന്താണ് സംഭവിച്ചത്? അയാൾക്ക് പാതിരാത്രിയിൽ താൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് പിഞ്ചു കുഞ്ഞുങ്ങളും, അയാൾ പറഞ്ഞത് പനിച്ചു കിടക്കുന്ന കുഞ്ഞുങ്ങളുമായി ആ വീട് വിട്ടിറങ്ങേണ്ടി വന്നു. അവിടെ താമസിക്കാൻ കഴിയാതെ കണ്ണൂരിൽ നിന്ന് മാറി താമസിക്കേണ്ടി വന്നു ആ സിനിമ സംവിധാനം ചെയ്തതിൻ്റെ പേരിൽ. അത് TP51, TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം 51 വെട്ടുവെട്ടി TP ചന്ദ്രശേഖരനെ കൊന്നതാണ് എന്നത് കൃത്യമായി വ്യക്തമായ ഒരു കേസാണ്. ആ കേസിനെ ആസ്പദമാക്കിയെടുത്ത സിനിമ 10 വർഷം മുമ്പത്തെ കാര്യമാണ്. പക്ഷേ അതിൽ ഇയാൾക്ക് ഉണ്ടായ അനുഭവം ഇതാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത പാർട്ടിയുടെ ആൾക്കാർ, അങ്ങനെ ചെയ്ത പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വലിയ രീതിയിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അന്ന് എനിക്ക് എന്തുകൊണ്ട് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം റീഎഡിറ്റ് ചെയ്തോ എന്നുള്ളതല്ലോ ഡോക്ടർ അരുൺ. ആ സംവിധായകന്, ഞാൻ പൃഥ്വിരാജിനെയാണ് ഇതിൽ കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മൊയ്തു താഴത്ത് എന്ന സംവിധായകന് പിഞ്ചു കുഞ്ഞുങ്ങളെയും എടുത്ത് വീട് വിട്ടിറങ്ങി പോകേണ്ടി വന്നു രാത്രിയിൽ കേരളത്തിൽ. പൃഥ്വിരാജ് സുഖമായി ഹോട്ടലിലോ വീട്ടിലോ ഒക്കെ ആണെങ്കിലും അവിടെ കിടന്നുറങ്ങുകയും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പൃഥ്വിരാജിനെ തേടി ഇതുപോലെ പാർട്ടിക്കാരോ ആരും വരുന്നുമില്ല. പൃഥ്വിരാജിന് തന്റെ ആശയപ്രകാശനം നിർവഹിക്കാനും എല്ലാം സാധിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എവിടെയാണ് ഭീഷണി? പൃഥ്വിരാജിനെ ആരാണ് ഭീഷണി
ഭീഷണിപ്പെടുത്തിയത് പൃഥ്വിരാജിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയാണ്. അത് സിനിമയാകുമ്പോൾ വിമർശനം വരും. സിനിമ എടുത്തു വെച്ചിരിക്കുന്ന സംവിധായകന് ആ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ആളുകൾ വിമർശിക്കും. അല്ലാതെ എല്ലാവരും കൈയടിക്കണമെന്ന് പറഞ്ഞാൽ ഈ സോക്കോൾഡ് ആവിഷ്കാര സ്വാതന്ത്ര്യം നിലനിൽക്കില്ലല്ലോ. ആവിഷ്കാര സ്വാതന്ത്ര്യം പോലെ തന്നെ അതിനിപ്പുറത്തുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം. ആ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ആളുകൾ ആ സിനിമയോടുള്ള വിമർശനമായി ചൂണ്ടിക്കാട്ടുന്നത്. എല്ലാവരും എൻ്റെ പടത്തിന് കൈയടിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കയ്യടിക്കൊപ്പം തന്നെ വിമർശനവും കൂക്കിവിളിയും ഒക്കെ നേരിടാനായി ഒരു കലാരൂപം എടുക്കുന്ന ആൾ തയ്യാറായി തന്നെ വേണം. അതിൽ മല്ലികാ സുകുമാരനെ കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതുകൊണ്ട്, മല്ലികാ സുകുമാരൻ വിവിധ ചാനലുകളിൽ പോയി പ്രതികരണം നടത്തിയതുകൊണ്ട് ഒന്നും കാര്യമില്ല. പൃഥ്വിരാജ് വന്നിട്ട് പറയണം, എൻ്റെ പടം ഞാൻ എഡിറ്റ് ചെയ്യുന്നില്ല, ഞാൻ എടുത്ത പടമാണ്, ഞാൻ സംവിധായകനാണ്, വർഷങ്ങൾ നീണ്ട എൻ്റെ പ്രയത്നത്തിലൂടെ ഞാൻ എടുത്ത പടം ഞാൻ എഡിറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനായിട്ട് ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടട്ടെ, ഈ പടം എഡിറ്റ് ചെയ്താലേ നിങ്ങൾക്ക് തിയേറ്ററിൽ ഇനി അത് പ്രദർശിപ്പിക്കാൻ പറ്റൂ എന്നുള്ളത് ഔദ്യോഗികമായിട്ട് പറയട്ടെ. അത് പറയുന്നതിന് മുൻപ് അങ്ങോട്ട് എന്തുകൊണ്ട് വോളണ്ടറി എഡിറ്റിന് തയ്യാറാണ് എന്ന് പറഞ്ഞു. ആ ചോദ്യത്തിന് പൃഥ്വിരാജ് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അത് മറുപടി പറഞ്ഞേ പറ്റൂ. അപ്പോൾ അതിൽ RSSന് പൃഥ്വിയുടെ ജാതകം അറിയില്ല എന്നൊക്കെ പറയുന്ന മല്ലികാ സുകുമാരൻ പ്രളയകാലത്ത് രക്ഷപ്പെടുത്തിക്കൊണ്ടു പോയതും അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ ആദ്യ ചിത്രത്തിന് നേരിട്ട വെല്ലുവിളിയുടെ സമയത്ത് അതൊക്കെ അന്ന് സഹായിച്ച ആളുകളൊക്കെ തുറന്നെഴുതുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ. അപ്പോൾ ജാതകം അറിയില്ല എന്ന് പറയുമ്പോൾ പഴയ കാര്യങ്ങൾ മറക്കരുത് എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇതിൽ ഈ സാത്താൻ ആരാധന, അതാണല്ലോ നേരത്തെ ഉണ്ണിസാർ സൂചിപ്പിച്ചത്. ഈ ചിത്രത്തിൽ സാത്താൻ ആരാധന അല്ലെങ്കിൽ ഒരു സൈറ്റാനിക് വർഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്ന എലമെന്റ്സ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ ഒന്നാമത്തെ കാര്യം, ഈ പ്രിയദർശിനി രാംദാസ്, അതായത് മഞ്ജു വാര്യരുടെ കഥാപാത്രം തിരഞ്ഞെടുക്കുന്ന വണ്ടി നമ്പർ, അതായത് മോഹൻലാലിൻ്റെ സ്റ്റീഫൻ്റെ വണ്ടി നമ്പർ തന്നെയാണ്. അതുപോലെ തന്നെ അച്ഛൻ്റെയും വണ്ടി നമ്പർ അത് തന്നെയാണ്, 666. അത് ഈ 666 ഉള്ള ആ കാർ മതി എനിക്ക്, ഇനി അങ്ങോട്ട് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴേക്കും എനിക്ക് ആ വണ്ടി മതി എന്ന് പറഞ്ഞ് നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിദേശ കാർ മാറ്റുകയാണ്. എന്നിട്ട് ഈ 666ലേക്ക് മാറുകയാണ്. അതായത് സൈറ്റാനിക് ആയിട്ടുള്ള ആ ഒരു ഡെവിൾസ് വേ ആണ് എനിക്ക് ഇനി രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നതിന് നല്ലത്. കാരണം ഈ 2 ഫയൽ വെച്ചിട്ട് മോഹൻലാൽ പറയുന്നുണ്ട്, ഇത് ചൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം ചൂസ് ചെയ്യുന്ന വണ്ടി നമ്പർ 666 ആണ്. അപ്പോൾ ഈ ഓർഗനൈസറിൽ എഴുതിയത് മാത്രമല്ല, ആ സിനിമയിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഈ സിനിമയിൽ മുഖ്യമന്ത്രി മുന്നണി മാറുന്നത് കേട്ട് കൈയടിക്കുന്ന അണികൾ, അതൊക്കെ എന്താണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഒറ്റ കാര്യത്തിൽ ഒരു വിയോജിപ്പ് കൂടി ഞാൻ പറയുകയാണ്. ഈ നമ്മൾ കലാപത്തെക്കുറിച്ചും ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്താണല്ലോ. ഇതിൽ ആ 30 സെക്കൻഡ് ആ തിരുവാതിര കൂട്ടി കയറ്റിയത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ആ ജൂനിയർ ആർട്ടിസ്റ്റുകളെയൊക്കെ അണിനിരത്തിക്കൊണ്ട് 30 സെക്കൻഡ് മെഗാ തിരുവാതിര കാണിച്ചത് അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അപമാനിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ആ സീൻ അവിടെ ഇല്ല എങ്കിലും ആ പടത്തിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല. പക്ഷേ അതവിടെ ഉൾപ്പെടുത്തുകയാണ്. എന്നിട്ടും പിണറായി വിജയൻ എന്ത് ചെയ്തു? അത് കൃത്യമായി പോയി സിനിമ കാണുന്നു. സിനിമ കണ്ടിട്ട് ആ സിനിമയ്ക്ക് എല്ലാ പിന്തുണയും, അണിയറ പ്രവർത്തകർക്ക് എല്ലാ പിന്തുണയും, പൃഥ്വിരാജിന് എല്ലാ പിന്തുണയും, മറ്റു ഭീഷണികളെ ഒന്നും നിങ്ങൾ വകവയ്ക്കേണ്ടതില്ല എന്നും പറയുമ്പോൾ ആ മുഖ്യമന്ത്രിയെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? അത്രയും പിന്തുണ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി നൽകുമ്പോൾ ഞങ്ങൾ ദാ വെട്ടിക്കോളാം എന്ന് പറയുന്നത് അത് എന്ത് ആർജവമില്ലായ്മയാണ്? പിന്നെ എന്ത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഇവർക്കൊക്കെ ഉള്ളത്? ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള, കൃത്യമായ ആർജവമുള്ള ഒരു സംവിധായകനാണ്, അല്ലെങ്കിൽ അണിയറ പ്രവർത്തകനാണ്, നിർമ്മാതാവാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. സ്വന്തം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം പിന്തുണയുമായി പടം കണ്ടിട്ട് വന്ന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. അതും അദ്ദേഹത്തെ കളിയാക്കുന്ന സീൻ ഉണ്ടായിട്ടും. അതാണ് അതിനകത്തെ എടുത്തു പറയേണ്ട കാര്യം. അപ്പോൾ അങ്ങനെ കൂടെ നിന്ന ഉണ്ണിസാർ, അതുകൊണ്ടാണ് ഇനി ഞാൻ കൂടെ നിൽക്കില്ല എന്ന് പറയുന്നത്. കാരണം കൂടെ നിന്നവരുടെ മുഖത്തടിക്കുന്നത് പോലെയാണ് ഈ വെട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. പറയേണ്ട അത് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, അത് ഞാൻ വിശദമാക്കിയേക്കാം. കാരണം വെച്ചാൽ എംപുരാൻ ടീമുമായിട്ട് ഒരു ഐക്യദാർഢ്യത്തിന് ഞാനില്ല എന്ന് പറയുന്നത് കേരളം ഒറ്റക്കെട്ടായി ആ സിനിമയ്ക്ക് നൽകിയ പിന്തുണയെ ആ പിന്തുണയെ അവർ അർഹിക്കുന്ന ഗൗരവത്തിലെടുത്തില്ല എന്നുള്ള നിലപാടാണ്. അതിനർത്ഥം കേരളം അതിനകത്ത് ശരിയായ നിലപാടെടുത്തു എന്നാണ്. അതാണ് പിണറായി വിജയൻ പോയി കാണുന്നു, ക്യാബിനറ്റ് കാണുന്നു. ശരി, പക്ഷേ ഈ സിനിമയെക്കുറിച്ച് ഭീഷണിയൊന്നുമല്ല ഇതിൽ മാർക്കറ്റിംഗ് ടാക്ടിക്സ് നല്ല രീതിയിലുണ്ട് എന്നതാണ് എൻ്റെ കൃത്യമായിട്ടുള്ളൊരു വിലയിരുത്തലാണ്. ഇതിൽ ഇനി പൃഥ്വിരാജും ടീമും അതിന് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതിൽ മാർക്കറ്റിംഗ് ആണ്, ബിസിനസ് ടാക്ടിക്സ് ആണ്. അതിൽ ഡിവിസീവായിട്ടുള്ള പൊളിറ്റിക്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എലമെന്റ്സോ എന്തുണ്ടെങ്കിലും പടം ഹിറ്റാകണം, പണം വാരണം. ആശീർവാദ് സിനിമാസിന് 25 വർഷം പൂർത്തിയാക്കിയെങ്കിലും കഴിഞ്ഞിറങ്ങിയ ബറോസ് അടക്കമൊക്കെ ഉണ്ടാക്കിയ നഷ്ടങ്ങൾ നികത്തണം. അപ്പോൾ ആ നഷ്ടങ്ങളെല്ലാം ഒന്നിച്ച് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് ടാക്ടിക്സ് ആണ്. അല്ലാതെ ഈ സിനിമ കലാമൂല്യം കൊണ്ട് എന്തായാലും ഈ പറഞ്ഞ 200 കോടിയിൽ എത്തില്ല എന്നുള്ളതും ആ സിനിമ കണ്ടിറങ്ങിയതോടുകൂടി ബോധ്യപ്പെട്ട കാര്യമാണ്. ചോദ്യം എൻ്റെ ഊഴമാണ്. നേരത്തെ സുജിയെ പറഞ്ഞതിൻ്റെ 3 വസ്തുതാപരമായ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആർഗ്യുമെൻറ്റിലേക്ക് വരാം. അതിലൊന്ന് മൊയ്തു താഴത്തിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മൊയ്തു താഴത്തിൽ 2021 പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഏഷ്യാനെറ്റിന് കൊടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിക്കാം. ഇന്ന് നമ്മൾ അതെ, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. കേൾക്കൂ, അസ്വസ്ഥപ്പെട്ടില്ലേ? CPI കൊലപ്പെടുത്തിയത് CPM പ്രവർത്തകരാണ് എന്ന ബോധ്യം തനിക്കിപ്പോഴില്ല. കലാകാരൻ എന്ന നിലയിൽ തന്നെ ഉപയോഗപ്പെടുത്തി പ്രതിഫലം നൽകാതെ കോൺഗ്രസ് വഞ്ചിച്ചുവെന്നും 8 കൊല്ലമായുള്ള കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കുകയാണെന്നും പറഞ്ഞത് ഇന്ന് താങ്കൾ പറഞ്ഞുവെന്ന് കോട്ട് ചെയ്ത് അതേ മൊയ്തു താഴത്താണ്. അതാണ് വസ്തുത 1.
ഇനി രണ്ടാമത്തെ വസ്തുത, NIAക്ക് എന്തോ ഒരു പ്രത്യേകമായിട്ടുള്ള പ്രിവിലേജ് ഉണ്ട് എന്ന മട്ടിലാണ് സുജയ് പറഞ്ഞത്. NIAയുടെ ചിഹ്നം ഉപയോഗിച്ചു, NIAയുടെ പേര് ഉപയോഗിച്ചു. കേരള പോലീസിൻ്റെ ചിഹ്നം ഉപയോഗിച്ച തെറ്റല്ലേ? CBIയുടെ പേര് ഉപയോഗിച്ച തെറ്റല്ലേ? നിങ്ങൾ EDയുടെ പേര് ഉപയോഗിച്ചാൽ തെറ്റല്ലേ? എത്ര സിനിമകളിൽ നമ്മൾ നാഷണൽ ഏജൻസികൾ ഉപയോഗിച്ചിരിക്കുന്നു. പ്രതിനായകനായും നായകനായും ഓരോ അന്വേഷണ ഏജൻസിയുടെയും കഥാപാത്രങ്ങൾ എത്ര സിനിമയുടെ തിരക്കഥകളിൽ വന്നു. അന്നൊന്നും ഇല്ലാത്ത ഇളക്കം എന്താ ഇപ്പോൾ NIAയുടെ കാര്യത്തിൽ മാത്രം? EDയുടെ തലപ്പത്തിരിക്കുന്നയാൾ സഞ്ജയ് മിശ്ര ആയിരുന്നില്ലേ? അയാളിപ്പോൾ ആരാ സുജയ? പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. ഏറ്റവും കൂടുതൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേസെടുത്ത സഞ്ജയ് മിശ്രയല്ലേ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ എക്കണോമിക് പ്രിൻസിപ്പൽ സെക്രട്ടറി? അയാൾ നായകനോടൊപ്പം നടക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായുള്ള ചിത്രീകരണമല്ലേ സിനിമയിൽ നടക്കുന്നത്? ഇൻ്റലിജൻസ് ബ്യൂറോയിലെ ഉദ്യോഗസ്ഥനല്ലേ കൂടെ നടക്കുന്നത്? ഇത് സ്വാഭാവികമല്ലേ? എങ്ങനെയാണ് രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ പാളിപ്പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത്? ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ രണ്ട് വസ്തുതാപരമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, മോഹൻലാലിനെ ഉപയോഗപ്പെടുത്തുകയാണ് പൃഥ്വിരാജ് എന്ന് പറഞ്ഞു. അസംബന്ധമാണ്. മോഹൻലാലിന് അങ്ങനെ അഭിപ്രായമില്ല എന്ന് മാത്രവുമല്ല, മോഹൻലാൽ ഈ സിനിമ പ്രിവ്യൂ കണ്ടിട്ടുണ്ട് എന്ന് പരസ്യമായി തന്നെ സിനിമയുടെ ലോഞ്ചിങ് വേളയിൽ പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. അപ്പോൾ മോഹൻലാൽ പ്രിവ്യൂ കണ്ടിട്ടില്ലെന്നും മോഹൻലാലിനെ ചതിച്ചു എന്നുള്ള ലൈൻ എന്ന് പറയുന്നത് ഒരു മേജർ റിവ്യൂ ലൈനാണ്. ആ മേജർ റിവ്യൂ ലൈൻ എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അത് മല്ലിക സുകുമാരൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതും താൻ സംവിധാനം ചെയ്യാത്ത, താൻ ഭാഗമല്ലാത്ത ഒരു സിനിമയുടെ കാര്യത്തിൽ അങ്ങോട്ട് കയറി ഇടപെട്ട് അതിനെ കുളമാക്കിയതും ഇതിനെ ഇത്രമാത്രം ആ രീതിയിൽ മലീമസമാക്കിയതും ഈ പറയുന്ന മേജർ റിവ്യൂ ആണ്. ഫ്രം സോഴ്സസ് ഐ സേ ഇതിനെ ഇത്രയും അധികം രാഷ്ട്രീയവൽക്കരിച്ചതിന് പിന്നിൽ ആ മാന്യന് ഒരു പ്രത്യേക റോളുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതാണ് മൂന്ന് പ്രധാനപ്പെട്ട വസ്തുതാപരമായ കാര്യങ്ങൾ. ഇനി ആർഗ്യുമെൻറ്റിലേക്ക് വന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇതൊരു നവഫാസിസത്തിൻ്റെ ഇന്ത്യൻ പതിപ്പാണ്. ഇതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഏജൻസിയുടെ സാന്നിധ്യം അവിടെ നമുക്ക് ആവശ്യമില്ല. ഇറ്റലിയിൽ ബെനിറ്റോ മുസോളിനിയും ജർമ്മനിയിൽ ഹിറ്റ്ലറും സ്പെയിനിൽ ഫ്രാങ്കോയുമൊക്കെ അവരവരുടേതായിട്ടുള്ള ഫാസിസ്റ്റ് രൂപങ്ങളെ കൊണ്ടുവന്നത് സ്റ്റേറ്റിൻ്റെ ഏജൻസിയോട് കൂടിയാണ്. അവിടെ ഒരു പട്ടാളം ഉണ്ടാവും, അവിടെ സ്റ്റേറ്റിൻ്റെ പേട്രണേജ്, ഭരണകൂടത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയുണ്ടാവും. എന്നാൽ ഇന്ന് നമ്മളുടെ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് മിനിയേച്ചറിന് അഥവാ നവഫാസിസ്റ്റ് സ്വഭാവത്തിന് സ്റ്റേറ്റിൻ്റെ പാട്രണേജ് ആവശ്യമില്ല. അത് സ്വയം പ്രവർത്തനക്ഷമമായ ഒരു ഫാസിസ്റ്റ് സമൂഹമായി നമ്മളിൽ പലരും മാറുന്നു എന്നതിൻ്റെ തെളിവാണ് ഇന്നിപ്പോൾ ആ ഭയം ജനിപ്പിക്കുന്നത്. അത് ഉംബർട്ടോ ഇക്കോ 1990 തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഫാസിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലൊന്ന്, നവഫാസിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലൊന്ന് വിമർശനങ്ങളോടുള്ള വല്ലാത്ത അസഹിഷ്ണുതയും ആ അസഹിഷ്ണുതയിൽ നിന്ന് വിയോജിപ്പുകളെ വിദ്രോഹമായിട്ട് കണക്കാക്കുകയും ചെയ്യുന്നതാണ് എന്ന് ഉംബർട്ടോ ഇക്കോ എഴുതിയിട്ടുണ്ട് യുവർ ഫാസിസത്തിൽ. ആ ലക്ഷണങ്ങളോട് കൂടി ഒരു സമൂഹമായി നമ്മൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ സ്റ്റേറ്റ് വേണ്ട, പോലീസ് വേണ്ട, അവിടെ ഏതെങ്കിലും കോടതി വേണ്ട, ഒരു സ്ഥലത്തും നിങ്ങൾ ഈ പരാതി ഫയൽ ചെയ്യേണ്ട. പക്ഷേ പകരം ഭയത്തെ നിരന്തരം പ്രതിഫലിപ്പിച്ചുകൊണ്ട്, ഭയത്തെ നിരന്തരം സൃഷ്ടിച്ചുകൊണ്ട് നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും അവിടെ നിങ്ങൾക്ക് ശബ്ദിക്കാൻ പോലും മടിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. ഞാൻ ധ്രുപദ് എന്ന് പറയുന്ന ഒരു കൗമാരക്കാരൻ്റെ കവിത നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഭയം എന്നൊരു കവിതയുണ്ട്. ആ കവിതയിലെ അവസാനത്തെ 2 വരി മാത്രം പറയാം. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അന്തരീക്ഷം എന്താണ് എന്ന ചോദ്യത്തിന് ഈ ധ്രുപദിൻ്റെ കവിതയിലെ 4 വരികളാണ്. ഭയം ഒരു രാജ്യമാണ് എന്നാണ്, അവിടെ നിശബ്ദത ഒരു ആഭരണമാണ് എന്നാണ്. ഇന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. ഭയം ഒരു രാജ്യമായി തന്നെയായി മാറുകയും ആ രാജ്യത്തെ ആഭരണമായി അവിടെ നിശബ്ദത മാറുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് പ്രവർത്തനക്ഷമമായ ഒരു ഫാസിസ്റ്റ് സമൂഹമായി നമ്മളിൽ പലരും മാറുന്നു. അതുകൊണ്ടാണ് സുജയ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഓർഗനൈസറിൽ ചോദിക്കുന്നത്, BJP-കാർ ചോദിക്കുന്നത്, ഞങ്ങൾ ആരെങ്കിലും നിങ്ങളടുത്ത് ഇത് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞോ? ഞങ്ങൾ ആരെങ്കിലും നിങ്ങളോട് റീസൺസ് ചെയ്യാൻ പറഞ്ഞോ? പറയേണ്ടെന്നേ. ആ സമ്മർദ്ദവും ആ ഭീഷണിയും നമ്മുടെ സമൂഹത്തിലൊരു നിഴലായി അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. ഇത് സമൂഹത്തിൽ സ്വയം പ്രവർത്തനക്ഷമമായ ഒരു മെഷീനായി പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞത്, ഇന്ന് നിർമാല്യം പോലൊരു സീൻ എടുക്കാൻ കഴിയില്ല. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പല ഗ്രന്ഥങ്ങളും ഇന്നിപ്പോൾ ആ രീതിയിൽ എഴുതാൻ കഴിയില്ല. അതിൻ്റെ തലക്കെട്ടിടാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് നമ്മളുടെ സമൂഹം മാറുന്നുണ്ടെങ്കിൽ അത് അത്യന്തം അപകടകരമായ ഒരു കാര്യമാണ്. അത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് അംഗീകരിക്കാനാവാത്ത ഒരു കാര്യം തന്നെയാണ്. ചരിത്രത്തെ ഭയക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ സിനിമയ്ക്കെതിരെ പോർവിളിയുമായി രംഗത്തിറങ്ങിയത്. നേരത്തെ സുജയ് പറഞ്ഞല്ലോ, ഇതുകൊണ്ടുണ്ടായ ലാഭം സിനിമാ നിർമ്മാതാക്കൾക്കുണ്ട്. നിർമ്മാതാക്കൾക്ക് ലാഭമുണ്ട്. എൻ്റെ ചോദ്യം, ഓർഗനൈസർ എത്ര ലേഖനമാണ് എഴുതിയത്? ഓർഗനൈസർ 3 ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് ഈ എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച്. ലാഭം ഉണ്ടാക്കി കൊടുത്തത് ഇന്നലെ 2, ഇന്ന് 1, മൊത്തം 3 ലേഖനങ്ങളാണ്. 3 ലേഖനങ്ങൾ എഴുതി കൊടുത്ത ഓർഗനൈസറാണോ സിനിമയ്ക്ക് ലാഭം ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചത്? അതേപോലെ ക്രിസ്ത്യൻ സമുദായത്തെക്കുറിച്ച് ചേർത്ത് പിടിച്ചിരിക്കുക. ഞങ്ങൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് ഭയപ്പെടുത്തിയിട്ട് ഭയപ്പെടുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ഓർഗനൈസർ
ആവിഷ്കാര സ്വാതന്ത്ര്യം പറ്റില്ലേ? ഓർഗനൈസർ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഓർഗനൈസർ എഴുതുന്ന വരികൾ എന്താണെന്ന് ആലോചിച്ച് നോക്കണം. ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള വരികളാണ് ആ വരികളിലൂടെ വായിച്ചാൽ മനസ്സിലാവുന്നത്. ആ സിനിമയിൽ എന്താ ചിത്രീകരിച്ചിരിക്കുന്നത്? ആ നായകന്റെ കഥാപാത്രത്തെ തീവ്രവാദ കഥാപാത്രമായിട്ടല്ലേ ചിത്രീകരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ മലയാള സിനിമ ദേശവിരുദ്ധരെന്ന് വിളിക്കുന്നു, അർബൻ നക്സൽ എന്ന് അതിനെ തുടർന്ന് കേരളത്തിൽ വിളിക്കുന്നത് BJP നേതാവാണ്. അർബൻ നക്സൽ. പൃഥ്വിരാജിനെ ഭയക്കുന്ന മനസ്സിലാക്കാം, പൃഥ്വിരാജിന്റെ ഭാര്യയെ ഭയക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. സംവിധായകന്റെ ഭാര്യയെ കൂടി അവരെ നിഷ്കളങ്കയാക്കല്ലേ, അവരൊരു പോസ്റ്റ് ഇട്ടിരുന്നു, ആളറിഞ്ഞ് കളിക്കണ എന്ന് പറഞ്ഞ് പ്രകോപന പോസ്റ്റ്. സിനിമയുമായി ബന്ധപ്പെട്ടതേ അല്ല സുജി. ഈ സിനിമയുടെ മുൻപുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റിനെ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി ഭയക്കുക, അതും ഏതെങ്കിലും അതാണ് എന്നേ നമുക്ക് ഇവരോടൊക്കെ പറയാനുള്ളൂ. തരത്തിപ്പോയി കളിക്കും. സുപ്രിയ എന്താണ് പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു എന്ന് പറയുന്നത് പോലെ സുപ്രിയയുടെ അല്ല പരാക്രമം വേണ്ടത്. ഡിബേറ്റ് ചെയ്യാനുള്ള ശേഷിയുണ്ടോ? കൗസർ ബാനു എന്ന് പറയുന്ന സ്ത്രീയെ കുറിച്ച് ഈ സിനിമയിൽ എഡിറ്റ് ചെയ്ത് മാറ്റിയ ചിത്രങ്ങൾ, അത് കൗസർ ബാനു എന്ന് പറയുന്ന 9 മാസം ഗർഭിണിയായ പെൺകുട്ടിയെ, ആ സ്ത്രീയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് സീന വെട്ടിമാറ്റാൻ പോകുന്നത്. കൗസർ ബാനു സാങ്കല്പികമാണോ? കൗസർ ബാനുവിൻ്റെ ഭർത്താവിൻ്റെ പേര് ഞാൻ പറയട്ടെ, ഫിറോസ് പറഞ്ഞെന്താണെന്നറിയാമോ? 10 വർഷത്തിനു ശേഷം ഞാൻ സംസാരിക്കുകയാണ്, എൻ്റെ ഭാര്യയെ അവർ എങ്ങനെയാ ക്രൂരമായി റേപ്പ് ചെയ്തിട്ട് വയറ് പിളർന്ന് അതിൽ നിന്ന് ഭ്രൂണം പുറത്തേക്കെടുത്തു അവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫിറോസാണ് സ്വന്തം ഭർത്താവ് പറയാണ് 10 വർഷത്തിനു ശേഷം. കൗസർ ബാനു എന്നാണ് പേര്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കോ, നിങ്ങൾ പോയി പഠിച്ചു നോക്ക്. നരോദ പാട്യ മാസക്കറിൽ സംഭവിച്ചത് എന്താണെന്ന് അക്കമിട്ട് പറയും. ചരിത്രമല്ലേ സുജിയ? ഗോദ്രയിലെ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയുടെ കണ്ടുപിടുത്തം എന്താ ഫൈൻഡിങ്? ഫോറൻസിക് സയൻസ് ലബോറട്ടറി RL ദഹിയ എന്ന് പറയുന്ന FSLന്റെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു കൊടുത്ത റിപ്പോർട്ട് എന്താ? ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നു, റിപ്പോർട്ടിന്റെ ജനലിന്റെ താഴോട്ടുള്ള ഭാഗത്ത് തീ പടർന്നിട്ടില്ല. അതിന്റെ അർത്ഥം അത് പുറത്തു നിന്ന് ഒഴിച്ചിട്ടുള്ളതല്ല, ഉള്ളിൽ നിന്നാണ് തീ പടർന്നിരിക്കുന്നത് എന്നുള്ളതല്ലേ ഗോദ്ര കമ്മീഷന്റെ ഭാഗമായി ഗോദ്രയിൽ സമർപ്പിച്ചിരിക്കുന്ന ഗുജറാത്ത് സർക്കാർ നിയോഗിച്ചിരിക്കുന്ന FSL പറയുന്നത്. നാനാവധി കമ്മീഷൻ റിപ്പോർട്ട് കൂടി വായിക്കണം സമയം കിട്ടുമ്പോൾ. അല്ല, നാനാവധി കമ്മീഷൻ റിപ്പോർട്ടിൽ വിശദമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതല്ല ഫോറൻസിക് റിപ്പോർട്ട് അടക്കം. താങ്കൾ ഇങ്ങനെ മണ്ടത്തരം പറയല്ലേ? മണ്ടത്തരമാണ് പറയുന്നത്. താങ്കൾ മണ്ടത്തരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഫോറൻസിക് റിപ്പോർട്ടിനെ സുജി നിഷേധിക്കുന്നുണ്ടോ? ഫോറൻസിക് റിപ്പോർട്ടിനെ നിഷേധിക്കുന്നു. എന്ത് പറഞ്ഞാലും നിഷേധിക്കുന്നുണ്ടോ? ഇല്ലേ? നാനാവധി കമ്മീഷൻ റിപ്പോർട്ട് താങ്കൾ പോയി വായിച്ചു നോക്കൂ, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. ഞാനത് വായിച്ചിട്ടാണ് പറഞ്ഞത്. നാനാവധി കമ്മീഷൻ റിപ്പോർട്ടിൽ FSL എല്ലാം ഉണ്ട്. നാനാവധി കമ്മീഷൻ റിപ്പോർട്ട് പോയി വായിച്ചു നോക്കൂ, അപ്പോൾ താങ്കൾക്ക് മനസ്സിലാവും. അല്ലാതെ പുറത്തു നിന്നുള്ളതെന്നല്ല, അതിനുള്ളിലേക്ക് ഒരു ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള നാനാവധി കമ്മീഷൻ റിപ്പോർട്ട് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. ഞാനത് പറയാം. അല്ല, നാനാവധി കമ്മീഷൻ റിപ്പോർട്ട് ഞാൻ പറയാം. നാനാവധി കമ്മീഷൻ റിപ്പോർട്ടോ? അല്ലല്ല, FSL റിപ്പോർട്ട്. നാനാവധി കമ്മീഷനാണ് സർക്കാർ നിയോഗിച്ചത്. ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഫൈൻഡിംഗ് നടത്തിയത് ദഹിയുടെ നേതൃത്വത്തിലുള്ള FSL ആണ്. ഗോദ്രയിൽ എന്താണ് സംഭവിച്ചത്? സുപ്രീം കോടതി പറഞ്ഞു. ഹൈക്കോടതി തള്ളിയ ഒരു റിപ്പോർട്ട് കോട്ട് ചെയ്തു. ആ FSL റിപ്പോർട്ട് എവിടെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? താങ്കൾ ഇങ്ങനെ അച്ചടി വടിയോട് കൂടി കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളം വിശ്വസിക്കുന്ന കാലം കഴിഞ്ഞു. വസ്തുതകൾ പറയുമ്പോൾ പൊള്ളില്ല. കേരളം താങ്കൾ പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കുന്ന കാലം കഴിഞ്ഞു. കൗസർ ബാനുവിനെ താങ്കൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഫിറോസിനെ താങ്കൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഈ ഈ സിനിമയിലെ കൗസർ ബാനു എന്ന് പറയുന്ന കഥാപാത്രത്തെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ഭാഗം വെട്ടിമാറ്റിയതുകൊണ്ട് കൗസർ ബാനു ഇല്ലാതാവുന്നില്ല, കൗസർ ബാനുവിന്റെ ഭർത്താവ് ഇല്ലാതാവുന്നില്ല, കൗസർ ബാനുവിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്കെടുത്ത പ്രായം തികയാത്ത ഭ്രൂണമില്ലാതാവുന്നില്ല, ചരിത്രമില്ലാതാവുന്നില്ല. നിങ്ങൾക്ക് ചരിത്രത്തെ കഴിഞ്ഞിട്ട് സുജയ്ക്ക് തർക്കിക്കാം. ഇനി രണ്ടാമത്തെ ഭാഗം ബിൽക്കിസ് ബാനുവിന് ഗർഭിണിയാകുന്ന സമയത്ത്, റേപ്പ് ചെയ്യപ്പെടുന്ന സമയത്ത് 5 മാസമാണ് ഗർഭിണി. 5 മാസമാണ് അവരുടെ ശരീരത്തിൽ ഒരു കുഞ്ഞ് വളരുന്നത്. അവരോടൊപ്പം പ്രായമായ 3 വയസ്സുള്ള കുഞ്ഞിനെ അല്ലേ എങ്ങനെയാ കൊന്നത്? തലക്കടിച്ചിട്ട് താഴേക്കെടുത്ത് പാറയിലടിച്ച് കൊല്ലുകയാണ്. എത്ര പേരാ പ്രതികൾ? 11 പേർ. ആ 11 പ്രതികളെയും കാലാവധി പൂർത്തിയാക്കാൻ മുമ്പ് പുറത്തിറക്കാൻ വേണ്ടി ഒരു അഡ്വൈസറി കമ്മിറ്റി ഒരു ശുപാർശ കൊടുത്തില്ലേ? അതിലുണ്ടായിരുന്ന BJP MLA പേരെന്താ? KL റൗൾജി. BJP MLA. നോക്കൂ,
ആ സീനുകളാണ് വെട്ടിമാറ്റപ്പെടുന്നത്, ഇവരുടെ സാന്നിധ്യമാണ് വെട്ടിമാറ്റപ്പെടുന്നത്. ഇത് കേരളം ചർച്ച ചെയ്യുന്നതിനെ ഭയക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ധ്രുവദിൻ്റെ കവിത ചൊല്ലിയത്. ഭയം ഒരു രാജ്യമായി മാറുന്നു, ആ രാജ്യത്ത് നിശബ്ദത ഒരു ആഭരണമായി മാറുന്നു. ആ നിശബ്ദതയുടെ ഭാഗമായി ഇതേപോലെ അർബൻ നക്സലേറ്റ് വിളികൾ ഉയരുന്നു. ആ വിളികളെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഭയക്കേണ്ടത്. ഇനി നാളെ ഇങ്ങനെയൊരു സിനിമയുടെ ചിത്രീകരണത്തിന് ഇങ്ങനെയൊരു സീൻ എഴുതാൻ ആരെങ്കിലും മുതിരുമോ? ഏതെങ്കിലും ഒരു കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ സത്യാവസ്ഥ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചിത്രം പുറത്തിറങ്ങുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഇവിടെ ഇതേപോലെ പോർവിളികളുമായി വന്നാൽ, ഇതേപോലെ ഭയപ്പെടുത്തലുകളുമായി വന്നാൽ, അതുകൊണ്ട് എൻ്റെ ഇതിനകത്തുള്ള വളരെ വിനീതമായിട്ടുള്ള സബ്മിഷൻ, യഥാർത്ഥത്തിൽ ഇത് നമ്മളുടെ എല്ലാവരുടെയും ഒരു പരാജയമായി മാറുകയാണ്. നമ്മളെല്ലാവരും ആ നവഫാസിസ്റ്റ് സമൂഹത്തിൻ്റെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ നമ്മൾ കേരളം ഒന്നടങ്കം നിന്നിട്ടും, പ്രതിപക്ഷ നേതാവും അതേപോലെ മുഖ്യമന്ത്രിയും ഒന്നടങ്കം നിന്നിട്ടും ഈ സിനിമയുടെ റീസെൻസറിങ് വേണമെന്ന് സ്വമേധയാ തീരുമാനിച്ച ആ മനുഷ്യരുടെ, ആ നിർമ്മാതാക്കളുടെ ഭയമുണ്ടല്ലോ, ആ ഭയം എന്നെ യഥാർത്ഥത്തിൽ ഭയപ്പെടുത്തുന്നുണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ. അതുകൊണ്ട് ഒരുപക്ഷെ അവരുടെ നിവൃത്തികേടാവാം, സാമ്പത്തിക ബാധ്യതയാവാം, അല്ലെങ്കിൽ ഇനിമേൽ അവർക്ക് മേൽ വരാൻ പോകുന്ന വലിയ ED റെയ്ഡുകളാവാം, അവരുടെ മേൽ വരാൻ പോകുന്ന ഇൻകം ടാക്സ് റെയ്ഡുകളാവാം. സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് കൃത്യമായും കണക്ക് തൂക്കം ഒപ്പിച്ചല്ല കാര്യങ്ങൾ നടക്കുന്നത് നമുക്കറിയാം. എവിടെ വേണമെങ്കിലും ഒരു പഴുത്, ഒരു കുത്ത്, ഒരു കോമ, ഒരു ഡിഗ്രി, ഒരു നമ്പർ മാറിപ്പോകാനുള്ള സാധ്യത എല്ലാ റിപ്പോർട്ടുകളിലുമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കറൻസികളടക്കം പല കേസുകളിലും പെടാം. ഇവർക്ക് യാത്രാ വിലക്കുകൾ വരെ ഒരുപക്ഷെ വന്നേക്കാം. ഇവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ ഭയം വന്നേക്കാം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ സിനിമയുടെ കുടുംബം, എമ്പുരാൻ സിനിമയുടെ കുടുംബത്തിന് വന്നിരിക്കുന്ന ദുർഗതിയിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ലജ്ജിച്ചു തലതാഴ്ത്തണം എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇതൊരു നവഫാസിസത്തിൻ്റെ ഇന്ത്യൻ പതിപ്പ് എന്ന മട്ടിൽ തന്നെയാണ് നമ്മളതിനെ കാണേണ്ടത്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളെ നമ്മൾ തള്ളിക്കളയുകയാണ് വേണ്ടത്. ബിൽക്കിസ് ബാനുവും കൗസർ ബാനുവും നമ്മളുടെ മുന്നിൽ ജീവിക്കുന്ന, അഥവാ നമ്മളുടെ മുന്നിലുള്ള രക്തസാക്ഷികളാണ്. ഒന്ന് ജീവിക്കുന്ന രക്തസാക്ഷി, മറ്റൊന്ന് മരിച്ചുപോയ രക്തസാക്ഷി. ആ ചരിത്രത്തെ നിങ്ങൾക്ക് എത്രമാത്രം വളച്ചൊടിച്ചാലും നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല. ഗാന്ധിവധത്തെക്കുറിച്ച് ഇനി പഠിപ്പിക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുകയാണ് ചില ആളുകൾ. കാരണം എന്താ? സ്വാതന്ത്ര്യ സമരത്തിലെ അധ്യായങ്ങൾ വെട്ടിമാറ്റുകയാണ് ചിലർ. ഒരു കൊമേഡിയൻ്റെ കുനാൽ കംട്ര എന്ന് പറയുന്ന ഒരു കൊമേഡിയൻ്റെ സ്റ്റാൻഡപ്പ് കോമഡി കണ്ടാൽ ഭയക്കുന്നവർ, പ്രതാപ് ഗഡി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ കവിത കണ്ടാൽ ഭയക്കുന്നവർ, എന്തിനേറെ എമ്പുരാൻ എന്ന സിനിമയുടെ സംവിധായകൻ്റെ ഭാര്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കണ്ടാൽ ഹാലിളകുന്നവർ, ഭയക്കുന്നവർ, അവരെക്കുറിച്ച് ലജ്ജയാണ് നമുക്ക് തോന്നുന്നത്. അവരെക്കുറിച്ച് എന്താ നമുക്ക് തോന്നുക? കഷ്ടമാണ്, പേടിക്കല്ലേ എന്നേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ഭീഷണി ഫലിച്ചു എന്ന ചോദ്യത്തിന് എൻ്റെ ഉത്തരം ഭീഷണി ഫലിച്ചു. ആ ഭീഷണി ഫലിക്കുന്നത് ഒരു വലിയ ഭയപ്പാടുണ്ടാക്കുകയും ചെയ്യുന്നു. യെസ് ഇൻ 3, നോ ഇൻ 1. Meet the editors.